ഗൈസ് നോക്കൂ, രാവിലെയാണ്. ഇപ്പം ഇവിടുത്തെ സമയം 7:30. 2 മണിക്കൂർ ബേക്കോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ടൈം, അതായത് 5:05 ഇപ്പോൾ ഒച്ചത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ തൊണ്ട പോകും. ഗൈസ് നോക്കൂ, -3 ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ടിങ്ക്രി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ന് 108 കർവ്, അതായത് സിക്സാക്ക് 108 എണ്ണം കഴിഞ്ഞു വേണം നമുക്ക് അങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ. അതിൻ്റെ പേര് എനിക്കറിയില്ല, ഞാൻ ഗൈഡിനോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നല്ല കിടിലൻ ഹിമാലയത്തിന്റെ വ്യൂ ആണ് കേട്ടോ. നോക്കി, ഗൈസ് നോക്കൂ, തൊട്ട് ഫ്രണ്ടിൽ ഹിമാലയത്തിന് നല്ല കിടിലൻ വ്യൂ ആണ്. കുറച്ച് മുമ്പേ നല്ല കിടിലനായിട്ട് സൂര്യനത്തിലേക്ക് അടിച്ച് നല്ല ഗോൾഡൻ കളറായിരുന്നു. ഗൈസ് സമയം ഇപ്പം 7:30. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാം റെഡിയായി, എല്ലാവരും ഇന്നലെ കിടന്നുറങ്ങിയത് ഇവിടെയാണ്. ഞങ്ങളും സായിപ്പും മാത്രം കിടന്നുറങ്ങിയത് പുറത്താണ്. ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നല്ല കൈ മരവിക്കുവാണ്. ലിവിനെ, നീ വണ്ടി പൂട്ടിയോ? താക്കോല് തരാവോ? ഗൈസ് നോക്കൂ, അതായത് അങ്ങനെ ചൈനയിലെ അടുത്ത ദിവസം നമ്മുടെ സ്റ്റാർട്ടായി. ഇപ്പം ഞങ്ങൾ നല്ല സൗണ്ടിൽ ഇൻട്രോ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ലിവിനെ ഓക്സിജൻ മാസ്കിൻ്റെ അകത്ത് വെക്കേണ്ടി വരും കേട്ടോ. ഉണ്ടോ, വണ്ടി സ്റ്റാർട്ടാവില്ല, ഉറപ്പില്ല, 100%. ഒന്ന് ദേ ചത്തു. ഗൈസ് ഞങ്ങളുടെ ഒരു ബാറ്ററി ചത്തു. അപ്പോൾ അടുത്ത ബാറ്ററി ചാകാൻ വേണ്ടി പോകുന്നുണ്ടോ ഇല്ലയോ നീ നോക്കുക കേട്ടോ. എന്തായാലും ചെയ്യുക, ഷൂ ഇടണോ വേണ്ടെന്നുള്ള. നീ ഷൂ ഇട്ടോ, ഞാൻ ചെരുപ്പിട്ടോളാം. നിന്റെ ആഗ്രഹം തോന്നുന്നു, എൻ്റെ ആഗ്രഹം തോന്നുന്നു. നമ്മളുണ്ടല്ലോ ഞങ്ങളുടെ വണ്ടിയിലെ ഈ ചാർജിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. സം ടൈം നമ്മുടെ വണ്ടിയിലെ ബാറ്ററി ഇറങ്ങിപ്പോ അപ്പോൾ സെക്കൻഡ് ബാറ്ററി ഇടും, എന്നിട്ട് അടിക്കും കേട്ടോ. അടിയിൽ കിട്ടുമോ? എന്നാലും അത് ഓടിയിട്ടില്ലല്ലോ. ആ വരട്ടെ, നോക്കട്ടെ. നോക്കി വന്നില്ലല്ലോ. വരുന്നുണ്ടാ? അയ്യോ, 5 മിനിറ്റ് അടിച്ചു കൊടുത്താലും സാധനം കിട്ടുള്ളൂ കേട്ടോ. ഓ ഗൈസ് സ്റ്റാർട്ട് ആയിട്ടാ, വണ്ടി എടുത്ത് വിടരുത്. ഞങ്ങോട്ട് സാധിക്കും, പിന്നെ സാധിക്കും, വിട്ടരുത്. ഓ ഗൈസ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എണ്ണ മറിച്ചിട്ടുണ്ട്. ആ ഇതിനെ പിടിച്ചാ എടുത്തു പോകില്ല, ഇത് പോകില്ല. -5 ആണ്, ഇപ്പം -3 ആട്ടോ അതിന്റെ വിഷയം. ഇന്നലെ -5 വണ്ടി കാണാം. അതിനെല്ലാം മരിച്ച് കൊള്ളുവാണല്ലോ ഇതിനെ. ഇനിയിപ്പോൾ കുറച്ച് നേരം വണ്ടി സ്റ്റാർട്ടിങ് വെക്കണം, എന്നാലും ശരിയാവുള്ളൂ. താങ്ക്സ്. യെസ്, വണ്ടി കുറച്ച് നേരം സ്റ്റാർട്ടിങ്. ഇപ്പം വണ്ടിയുടെ എല്ലാ സാധനങ്ങളും ഫ്രീസ് ആയിട്ടിരിക്കും കേട്ടോ. അതായത് പവർ സ്റ്റിയറിംഗ് ഓയില്, എഞ്ചിൻ ഓയില്, എല്ലാ സാധനവും. ഫൈനലി അങ്ങനെ ഞങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇവിടെ വന്നേ പിന്നെ ഇത്ര ദിവസം നമ്മുടെ കയ്യിൽ ഇവർ പാസ്പോർട്ട് തന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ ലിവിൻ്റെ പാസ്പോർട്ട് വന്നു, 2 പാസ്പോർട്ട്. ഇന്ന് ഗൈഡ് നമ്മുടെ കൂട്ടത്തിലല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള ജോഷി എന്ന് പറഞ്ഞ ആള് സോ ടയേർഡ്. കാരണം 108 കർവിൽ നിന്ന് ഓടിക്കാനുണ്ട്. അപ്പം പുള്ളി 108 കർവിൽ നിന്ന് ഓടിക്കൂല എന്നുള്ളത് മനസ്സിലായപ്പം ഗൈഡ് ആ വണ്ടി എടുത്തു. അപ്പം ഞങ്ങൾ അതിൻ്റെ പുറകെയാണ് ഇന്ന് പോകുന്നത്, അല്ലേ ലിവിനെ? അതെ, നമ്മളിന്ന് ഏറ്റവും ബേക്കിൽ എല്ലാ വണ്ടികളും പോയിട്ടോ. അപ്പം നമ്മുടെ വണ്ടിയും സായിപ്പിൻ്റെ വണ്ടിയും മാത്രമേ ഉള്ളൂ. ഞങ്ങളങ്ങനെ സായിപ്പിൻ്റെ വണ്ടിയുടെ ബേക്ക് വെച്ചു. ഞങ്ങൾ സായിപ്പ് ഇപ്പം ഭയങ്കര സഹകരണം കേട്ടോ. കാരണം ഞങ്ങൾ 2 പേരും ഇപ്പം കിടക്കുന്ന പുറത്താണ്. സായിപ്പിന് ഇപ്പോഴാണ് ഗുഡൻസ് മനസ്സിലായി. കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് സായിപ്പ് അല്ല, കമ്മ്യൂണിക്കേഷൻ ആണോ? വിട്ടുപോകാതിരിക്കാനാ. ബാക്കി എല്ലാ വണ്ടിയും പോയി. എങ്ങോട്ടേക്ക് പോകണ്ടേ നമുക്ക് വണ്ടി അറിയാവോ? ഈ കാണുന്ന ഇവിടുത്തെ കൃഷിഭൂമിയാണ്. വിറ്റ് ഈ ഒരു ഏരിയയിലെ കൃഷിഭൂമികളാണ്. എല്ലാം രാവിലെ കൃഷിക്കാണ്. ഇതുപോലത്തെ ചെറിയ ചെറിയ വണ്ടികളാട്ടോ കുസ്തികളെല്ലാം. ഇങ്ങോട്ടും കൃഷിപ്പാടം മൊത്തം ഐസായി. വെള്ളം ഐസായി. മൈനസ് ആണല്ലോ, അതാ സംഭവം. കാണുന്ന ക്യാമറ എപ്പോഴും ശ്രദ്ധിക്കണുണ്ടോ. ഇതിന് 1000 യാൻ, അതായത് 1000 യുവാൻ, അത്രയാണ് നമുക്ക് ഒരു ക്യാമറയ്ക്ക് നമുക്ക് ഫൈൻ കിട്ടുന്ന അത്ര കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ക്യാമറ എപ്പോഴും നോക്കിയാൽ നമ്മൾ വണ്ടി ഓടിക്കും. ഇവരൊക്കെ അങ്ങനെയാട്ടോ. ഇത് കേട്ടോ, ഇനിയിപ്പോൾ ഇതൊക്കെ ഒരു കാല് കൊടുക്കും കേട്ടോ. അവിടെ ക്യാമറ ഉണ്ടായിരുന്നു, ഒന്നുമില്ല, ഗീച്ചിൽ തന്നെ. ക്യാമറയുടെ 1 കിലോമീറ്റർ മുന്നേ ചവിട്ടും, എല്ലാവരും ചവിട്ടി വിടും. നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ വെച്ച് മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടിയിൽ ജോഷി എന്ന് പറഞ്ഞൊരു പുള്ളിയായിരുന്നു. പുള്ളിക്ക് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടായിട്ട് പുള്ളീനെ ഇപ്പം ഗൈഡാണ് വണ്ടി ഓടിക്കുന്നത്. പുള്ളി വന്നപ്പോൾ നല്ല തുള്ളിച്ചാട്ടവും സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് പുള്ളി ഡൗൺ ആയിപ്പോയി. ഇനി താഴെ ഇറങ്ങുമ്പോൾ ശരീരത്തിന് ക്ഷീണം കാണും. ഇനിയിപ്പം മറ്റേ ഈ അലക്കി ഉണക്കി എടുക്കുന്ന പോലെ ആയിരിക്കും കേട്ടോ. ചവറ് പോലെ ഇനിയും താഴ്ത്തിയല്ലോ, ഒന്നിനും കൊള്ളാത്ത പോലെ ആയിരിക്കും കേട്ടോ. ഒരു പാറ മൊത്തം തുരന്നിട്ട് അതിന്റെ അകത്തൂടെ വഴി കേട്ടോ. ഇവന് ഇത് ഇന്നലെ വന്ന വഴിയല്ല കേട്ടോ. അല്ല, വേറെ വഴിയല്ലേ? ഇത് വേറെ വഴിയാ. ഇത് വഴി മാറി കേട്ടോ പോണേ. ഞാനും വിചാരിച്ചവരെ ആ വഴി തന്നെയാണ്. ആ വഴിക്ക് നീളമില്ലായിരുന്നല്ലോ. ഗൈസ്, ഇവര് നിർത്തിയാല്, ഗൈഡ് നിർത്തിയാലേ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. ഗൈഡ് നിർത്തിയാലേ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് ഒരു വിഷയം. ഈ ടൈറ്റ് പരിപാടി ഈ ടിബറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ.
ടിക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിരിക്കും കേട്ടോ. കാണുന്ന ഒരു തുരങ്കം പോലത്തെ സംഭവത്തിൽ കൂടിയാണ് നമ്മൾ വന്നത്. അടിപൊളിയാട്ടോ. ഇന്ന് നമ്മൾ കയറാൻ വേണ്ടി പോകുന്ന എത്രയാണ്? 108 ഹെയർ പിൻ. ഹെയർ പിന്ന് മാത്രമേ കയറാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. തുടക്കം മുതൽ ഇപ്പം ഒടുക്കം വരെ ഹെയർ പിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. 350 കിലോമീറ്റർ ഓടണം. 350 ശരിയാ, കറക്റ്റാ. അങ്ങോട്ട് നോക്കിയാൽ ഈ വണ്ടി കയറി പോന്നെ. ആ കാണുന്ന വേ കൂടിയാണ് നമുക്ക് കയറി പോകുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഹിമാലയൻ റേഞ്ചുകളാട്ടോ. ഫുൾ റേഞ്ചുകളാണ്. ഇത് കണ്ടോ, ഈ കാണുന്നതാണ് ഹിമാലയം, ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതം. യെസ് ഗൈസ്, ഇത് വളച്ച് 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 മനുഷ്യൻ വളയും കിട്ടും ഇന്ന്, അല്ലേ ലിവിനെ? ഇന്ന് മൂലംകുഴി സഹോദരനെ കാണും ഉറപ്പാണ്. ഉറപ്പല്ലേ? വൈകുന്നേരം 6 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ലക്ഷ്യസ്ഥാനം. ലാസ എന്ന് പറഞ്ഞ സ്ഥലമാണെന്നാണ് കേട്ടോ എന്റെ വിശ്വാസം. നിങ്ങൾ വന്ന വഴികൾ കണ്ടോ, ഗംഭീര വഴികളാട്ടോ. ഫുൾ ഹെയർ പിൻ. എന്റെ പൊന്നെ, റാ 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 പോലെ കിടക്കും കേട്ടോ. ഇനി അങ്ങോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും ഇതിന് സൂപ്പർ കേട്ടോ. കാരണം ചവിട്ടി ചവിട്ടി ഇറങ്ങണം. എടാ ചന്ദ്രൻ, ഇത് ഹിമാലയൻ റേഞ്ച് ആട്ടോ നമ്മുടെ തൊട്ട് ഫ്രണ്ടില്. ഈ കാണുന്ന ഹിമാലയൻ റേഞ്ച്. ഇത് നമ്മൾ വന്ന വഴികള് ഇതിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കലക്കനാട്ടോ, കലക്കൻ. വേറെ മൂടാ. ഞാൻ സത്യം പറഞ്ഞ ഇതിൽ അസ്വസ്ഥനാട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഗൈഡിന്റെ ഇതായിട്ട് യാത്ര ചെയ്യുന്നത്. നമുക്ക് ചൈനയിൽ 2 രീതി വരാം. വണ്ടി കൊണ്ട് വരണേ, ഇതല്ല വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ ഗൈസ്, ചൈനയിലുണ്ടല്ലോ കാറിനെറ്റ് അംഗീകരിക്കുകയില്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറേ റൂളുകൾ സംഭവങ്ങളുള്ളതുകൊണ്ട് ഈ രീതിയെ പറ്റുള്ളൂ. പിന്നെ നേപ്പാൾ, ടിബറ്റ്, ചൈന, ഈ ഒരു എൻട്രി ഉള്ളൂ. വലിയ വലിയ ടൗണുകളൊന്നും ഇല്ല നമുക്ക് കാണാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഗൈഡ് പറയുന്നത് കേട്ട് അവരുടേതായ രീതിയിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അവർ എണീപ്പിച്ചോളും. ഞങ്ങൾ സ്വന്തം എണീക്കുന്നത്. പിന്നെ റൂട്ട് മാപ്പ് ഇടേണ്ട സ്ഥലങ്ങൾ കണ്ടുപിടിക്കണ്ട. അതായതുണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ ഈ ചൈന ടിബറ്റ് കയറി പിന്നെ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. 2 മണിക്കൂർ അല്ലെ 3 മണിക്കൂർ മാക്സിമം. അതിപ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല. തലവേദനയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി മുഷ്കിലാണ്. ഞങ്ങൾ ഇവരെടുക്കുന്ന ഹോട്ടലിലെ വൈഫൈയും പാസ്വേഡൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അത് ഗൈഡ് നല്ല സാധനങ്ങൾ വേണം. 1111 എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് അത്യാവശ്യം കൊള്ളാം. അത് നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത് മേടിച്ചിട്ട് ചൈനയിലേക്ക് വരുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ഭക്ഷണം ഞങ്ങൾക്ക് പറ്റുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല. ഇവിടുത്തെ ഒരു പ്രത്യേക ചൊവയൊക്കെയാണ്. നമ്മൾ ക്യാരറ്റ് രാത്രി ഞങ്ങൾ കഴിച്ചത് ക്യാരറ്റും പിന്നെ ഇതും പിന്നെ സബർ ചില്ലി. ഈ ഒരു സമയം ആയതുകൊണ്ടാണ് തോന്നുന്നു ഇത്ര ഫീലിംഗ് കേട്ടോ. ഇതാണ് സംഭവം. ഇതിനു വേണ്ടി എന്തോ ഒരു ആൾക്കാർ സ്വപ്നം കണ്ട് കിടപ്പുണ്ടെന്നറിയാമോ ഗൈസ്? ഇത് പിന്നെ ഇവിടുന്ന് ഈ പോയത് എന്നാന്ന് വെച്ചാൽ റേഞ്ച് കാണാം കേട്ടോ. ഹിമാലയൻ റേഞ്ച്, ഹിമാലയം ഏറ്റവും അടുത്ത് കാണുക എന്നുള്ള പർപ്പസ് ആയിരുന്നു ഇന്നലെ കേട്ടോ. ഗൈസ് നോക്കിയേ, നമ്മൾ കയറി വന്ന വഴി നോക്കിയേ, ടേബിൾ ടോപ്പ് പോലെ. ഇതിലും കിട്ടിയിലും വ്യൂ നമുക്ക് അങ്ങ് മേളിലേക്ക് ചെല്ലുമ്പോൾ കിട്ടും കേട്ടോ. ഓ, എന്ത് ലുക്കാന്ന് നോക്കിയ ഗൈസ്. തകർത്തു കേട്ടോ, തകർത്തു. ഇതേപോലത്തെ 108 എണ്ണമാണ് നമ്മൾ കയറേണ്ടത് ഇന്നത്തെ ദിവസം കേട്ടോ. ആ 108 എണ്ണം കയറി കഴിഞ്ഞാൽ ഏകദേശം ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും അല്ല കേട്ടോ. കാരണം ഞങ്ങൾ അരുണാചൽ, സിൽക്ക് റൂട്ട് അതുപോലെയുള്ള സ്ഥലങ്ങളിലും സിക്കിമിലൊക്കെ ഇതേപോലെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെയുള്ള ചൈനീസ് ആൾക്കാർ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ നോക്കുക കേട്ടോ. ഇവിടെയുള്ള എല്ലാവർക്കും നമ്മുടെ വണ്ടി ഭയങ്കരമായിട്ട് പിടിച്ചെടുക്കേ. ആഹാ, നമ്മളങ്ങനെ ഓക്കെ, എല്ലാം ലുക്ക് ചെയ്യാം. നീ ലുക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ എന്നാടാ, ഇവിടെ ചെറിയ ചെറിയ ചായക്കട അതുപോലെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. രാജേഷ് ഭായ് ക്യാ ഹൈ പഞ്ചർ ഹൈ? एयर प्रेशर कम बता रहा हूँ. अच्छा 32 रहने का 27. अच्छा ഓ ദീദി ഇതർ ഹിയർ. ആ ഗൈസ് നോക്കൂ, ഗൈഡ് ഞങ്ങളെ വിളിക്കുന്നുണ്ട് കേട്ടോ, ലിബിൻ. യെസ് താശി അഭി ആയേഗാ. നൗ ഐ എം കമ്മിങ്. യാ ലിബിന, യാ ഗൈസ് നോക്കൂ, ഇവിടെയുള്ള ആൾക്കാരായിട്ട് ഭയങ്കര സ്നേഹമുള്ളവരാട്ടോ. ഭയങ്കര എന്താ പറയുക, പ്രത്യേക മൈൻഡുള്ള ആൾക്കാരാണ്. ഹായ് ലിബിനെ, വേഗം പാടാ, ഫോട്ടോയ്ക്ക് കയച്ചു വേണോ? ആ ടിക്ടോക്ക്, യാ ലിബിൻ ടിക്ടോക്കിന്റെ പുറകെ പോയിട്ടോ. നേരത്തെ പറഞ്ഞായിരുന്നു. എന്നാ കീച്ചായിരുന്നോ? ഓ, ഇത് ഇവിടുത്തെ സെൽഫി സ്റ്റിക്ക് ആട്ടോ. വാവ്, നൈസ്. ഓ, സെൽഫി ഇവിടുന്ന് എടുത്ത്. യാ ഹായ് ബൂം ഓക്കെ വലിവി. ഗൈസ് നോക്കൂ, ടാഷി എന്താ പറഞ്ഞുതരാന്ന് പറഞ്ഞു. നമ്മളിന്ന് നേരെ മേലോട്ട് പോവാണ്. ഓൾമോസ്റ്റ് എല്ലാവരും വന്നു. സായിപ്പം വന്നു. ഇവിടുന്ന് എന്തോ ഒരു കിടിലം വ്യൂ ഉണ്ട്. പുള്ളി അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്നാട്ടോ പറഞ്ഞ്. ഇഷ്ടം പോലെ ടിബറ്റൻ ഫ്ലാഗ് ഉണ്ട് കേട്ടോ. വാവ്, കലക്കി. ഇവിടെ ചൈനീസ് ലെറ്ററും സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് കറക്റ്റ് ഹിമാലയം റേഞ്ച് കിട്ടും.
അമ്പാ ഇതേ നോക്കിക്കേ ഗൈസ് ഇവിടുന്ന് കറക്റ്റ് ഹിമാലയൻ റേഞ്ച് കിട്ടും. ഓ ഈ കാണുന്ന റോഡാണ് നമ്മൾ കയറി വന്നത്. ഏതാണ്ട് 180 ഹെയർ പിൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളങ്ങനെ ഈ കാണുന്ന ഇവിടെ എത്തി. നല്ല തണുപ്പാണ്. ഓവർ സമയം ഫോൺ പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കൈ ഭയങ്കരമായിട്ട് മരവിക്കുക. ഒരു ഭാഷയിലാണ് സംസാരിക്കുന്നത് കേട്ടോ. ഓ കലക്കി. ഇത് ഫുള്ള് ഹിമാലയൻ റേഞ്ചുകളാട്ടോ ഇവിടുന്ന്. കലക്കൻ സ്ഥലം. Tashi, this place name? Yakula Pass. Dakula Pass. Yakula Pass. Yakula means 109 corner. But here is they still have the 108 corners. Then we can see the Himalaya range. Yeah. First mountain is the Makalu. Makalu. This one. Yeah. And this one, very huge one, behind of the clouding, right? Yeah. That one is the Everest. Yeah. Everest behind have the Lhotse. Oh. And this one is Joyu. Joyu. This one. This one is Yeah. huge one. Yeah. And the last big, Yeah. that one is the Shisha Palm. No, not this one. Yeah. Another one. Oh, this one. Yes. This one. Okay. This one is Everest. Which one? This one. This one, yes. Because the Yeah. one is Everest. ഗൈസ് അതാണ് സംഭവം. കൈ ഓവർ പിടിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് വേദന. ഞാൻ മിണ്ടായിരിക്കാൻ നല്ലത്. നല്ല തലവേദന. അതായിരിക്കും നല്ലത് കേട്ടോ. ഇവിടെ വന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ എന്തോരം ഇവിടുത്തെ പോലീസുകാരും ഇവിടുത്തെ ആർമിക്കാരും പിന്നെ അതുപോലെ ഇവിടെയുള്ള ലോക്കൽസൊക്കെ എന്തോരം ഫോട്ടോ എടുന്നറിയാവോ. കാരണം അവർക്ക് ഇങ്ങനെ വണ്ടി വരുന്നത് ഭയങ്കര സന്തോഷമാണ്. ഗൈസ് കളിക്കിട്ടോ. ഈ ഇതേപോലത്തെ സെയിം റൂട്ടിൽ ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. അതായത് സിക്കിമിൽ നിന്ന് സിൽക്ക് റൂട്ട് അരുണാചലിലുള്ള ആ റൂട്ട് ഞങ്ങൾ ഇതേ സെയിം റൂട്ടിലാണ് ഞങ്ങൾ സഞ്ചരിച്ചാക്കുന്നത്. കാണുന്ന ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്ന് കേട്ടോ. അവിടുന്ന് ഇങ്ങനെ തുടങ്ങും. ഇങ്ങനെ കിടക്കും കേട്ടോ. പിന്നെ ഇങ്ങനെ പാമ്പഴഞ്ഞ് കിടക്കുന്ന പോലെ ഈ സാധനം കിടക്കുന്നത് എന്തൊരു ഫീലിംഗാ. ഇവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. എന്റെ ഇൻസ്റ്റാഗ്രാമിലിടും. കാരണം എവറസ്റ്റ് ഉള്ളതല്ലേ. ഈ വണ്ടി ഉണ്ടോ? ഈ വണ്ടി ഇത് ഞങ്ങൾ കയറുമ്പോൾ ഇറങ്ങി പോയിക്കൊണ്ടിരുന്ന കേട്ടോ. ഇത് ഇതുവരെ താഴെ പോലും എത്തിയിട്ടില്ല. ഓ കലക്കി. This. Yeah. Road so beautiful. ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും കേട്ടോ. ഇതാണ് ഇന്നത്തെ ആദ്യത്തെ സംഭവം. ഇതുണ്ടോ ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് നോട്ട് ഡ്രോൺ സൂൺ. നമ്മുടെ ഇന്ത്യയിൽ എഴുതി വെച്ചാക്കുന്ന പോലെ തന്നെ നമ്മുടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ എഴുതി വെക്കുന്ന പോലെ തന്നെ ഇവിടെ നോ ഡ്രോൺ സൂൺ ആണ്. അപ്പോൾ ഇവിടെ വീഡിയോയും ഗൈസ് ഇത് ഇവിടുത്തെ രീതിയിലുള്ള ഫ്ലാഗ് ആട്ടോ. നമ്മുടെ അവിടെ കിട്ടുന്നതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിനോ എനിക്ക് നല്ല രീതിയിൽ ഫോട്ടോ എടുത്തു തന്നു. എത്രയാന്ന് ചോദിക്കടാ പാവം. ഇത്ര ഫോട്ടോ ഒക്കെ എടുത്തു തന്നല്ലേ. ഇതിന് എത്രയാന്ന്? ഷെർലി ഹൗ മച്ച് ദിസ് വൺ പീസ് ദിസ് ഫ്ലാഗ്? 多少钱？ സ്മോൾ വൺ. 小的。വന്നപ്പം മുതൽ പുള്ളിക്കാരി നമ്മളെ ഭയങ്കരമായിട്ട് പിന്നെ ഫോട്ടോ ഇതൊക്കെ എടുത്തിരുന്നുണ്ടോ. 20 元。20 元。ഫൈനലി ഞാൻ ഇത് കൂടെ ഒരെണ്ണം മേടിച്ചു കേട്ടോ. എനിക്ക് എവിടെ പോലും ഇങ്ങനത്തെ സാധനം മേടിക്കുന്ന ഒരു ഇതുള്ളതാണ്. ഇതുകൊണ്ട് ആവശ്യമുണ്ട്. ഞങ്ങൾ ഫൈനലി ഇറങ്ങുവാണ്. കൈയൊക്കെ നന്നായിട്ട് മരവിക്കാൻ തുടങ്ങി കേട്ടോ. നല്ല രീതിയിൽ ഞങ്ങൾ ഇതേ ആർക്കെങ്കിലും ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലും പരീക്ഷിക്കണം കേട്ടോ. ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഓക്സിജൻ മാസ്ക് മേടിക്കാം. ഹൈ ഹാവ് ഗൈസ് നോക്കൂ. ഇവിടുന്ന് മേടിക്കാം എന്നിട്ട് അടിക്കാം. അപ്പോൾ സമാധാനം കിട്ടും. ഇതൊക്കെ ടിബറ്റ് സ്റ്റൈലുള്ള ഓരോ സാധനങ്ങൾ വിൽക്കുന്ന ദുഖാനാട്ടോ. ദുഖാൻ. അപ്പം ഇവിടെയൊക്കെ ആൾക്കാർ നോക്കുന്നുണ്ട് സാധനങ്ങൾ മേടിക്കാൻ സംഭവമൊക്കെ. നമ്മളിനി നേരെ ഫൈനലി വണ്ടി എടുത്ത് പോവുകട്ടോ. നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗൈസ് നോക്കൂ, ജോഷി ആകെ ടയേർഡാട്ടോ പുള്ളിക്കാരൻ. ഗൈസ് ഇന്ന് നമ്മൾ 340 കിലോമീറ്റർ ഓടിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ഥലത്തെത്തും. അവിടെ നിന്നാണ് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ബുക്കും പേപ്പർ അതുപോലെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കുന്നത്. പുള്ളിക്കാരൻ ഇവിടെ എനിക്ക് തോന്നുന്നു മറ്റേ BMW വീഡിയോ എടുക്കാൻ തോന്നി. BMW ഈസ് കമ്മിങ്. അത് തന്നെ കേട്ടോ സംഭവം. ഇവിടെ പിന്നെ സിഗരറ്റ് വലി ഭയങ്കര കൂടുതലാട്ടോ. ഭയങ്കര പൈസയാണ്. നമ്മുടെ നാട്ടിലെ 1100 സംതിങ് ആണ് നല്ല ഒരു പാക്കറ്റ് സിഗരറ്റിന്. ഇനി ഇച്ചിരി കുറഞ്ഞതിനാണ് 500 സംതിങ് ആണ്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഗൈസ് നോക്കൂ, ഇവിടെ ഇതിൻ്റെ റൂട്ട് മാപ്പ് സംഭവമുണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത നമുക്ക് റൂട്ട് മാപ്പ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്കാൻ കോഡ് ഇത് കണ്ടോ. ഇവിടെ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇറ്റ് ഈസ് വെരി നൈസ്. വാവ്. ഓഫ് ഗൈസ് ഫീറ്റ് ലെവല് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഫുള്ള് ബാത്റൂം ആട്ടോടാ. ബാത്റൂം ചോദിച്ചു മനസ്സിലാക്കിയാ. ഇത് ബാത്റൂമാ. കുഴി ബാത്റൂം ആയിരിക്കും അല്ലേ? BMW എടുക്കുവാണ്.
BMW പോയിട്ട് ഞാൻ പോകുന്നുള്ളൂ കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ പിന്നെ നമ്മൾ മുന്നിൽ കറണ്ട് വരും അല്ലേ അല്ലേ? ഓടിച്ചു കയറ്റിൽ പാടാന്നേ. കാരണം എന്താ വെച്ചാൽ ഓവർടേക്കുണ്ടോ എല്ലാ വണ്ടികളും ഞങ്ങൾ ഫ്രണ്ട് വിട്ടു. സായിപ്പ് മാത്രം ബേക്കിൽ, കാരണം അതിൻ്റെ അകത്താണ് ഒരു ഗൈഡ് ഉള്ളത്. ഒരു ഗൈഡ് ഫ്രണ്ടിലും ഒരു ഗൈഡ് ബേക്കിലും കേട്ടോ. വണ്ടിയാ ഭയങ്കര മിസ്സിങ്. ഹാൻഡ് ബ്രേക്ക് ഇട്ടാട്ടോ വണ്ടി എടുക്കുന്നത്. വണ്ടിയുടെ സൗണ്ടും ചെറുതായിട്ട് മാറിയില്ലേ ഇവരെ? നോക്കിയാൽ പാടോടാ അയ്യർ കളിയാ. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഇന്നോവ അതേപോലെ ഇവിടെ പ്രാഡോ. വണ്ടി കയറുന്നില്ലല്ലോടാ. അങ്ങനെ പറ്റിയേ പക്ഷെ ഈ പറഞ്ഞ ഒരു വലിയ സംഭവം എനിക്ക് തോന്നിയില്ല. കാരണം വെച്ചാല് പുള്ളി പറഞ്ഞത് ഇത് കയറുമ്പോൾ ടയേർഡ് ചെയ്ത് വീണ് പോകുന്നതാണ്. ആ ഒരു സംഭവമില്ല. പക്ഷെ കാണാനും ആ റൂട്ട് കാണാനും ഹിമാലയൊക്കെ കാണാൻ പറ്റിയ ബമ്പർ സംഭവം കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടോ ഒരു യാത്രയിലൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് സൂക്ഷിക്കുന്നത്. ഞങ്ങൾ സാധാരണ ഫോട്ടോ ഒന്നും എടുക്കാറില്ല. അടുത്ത പാസ് എത്തിട്ടോ. ഈ കാണുന്നതാണ് അടുത്ത പാസ്. പക്ഷെ ഇവിടെ നമ്മുടെ ഗൈഡ് സ്റ്റോപ്പ് ചെയ്തില്ല. ഗൈഡ് എന്ത് ചെയ്യുന്നു അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഗൈഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പോലീസോ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടുവിട്ടത്. ഈ കാണുന്ന ഇതിലാണ് ഞങ്ങൾ നേരെ പോകുന്നത്. ഗൈസ് 2-3 കാര്യങ്ങളുണ്ട്. അങ്ങോട്ട് പിടിക്കും കുട്ടിയെ. അതായത് 2-3 നമ്മുടെ BROയുടെ ഒക്കെ പോലത്തെ ഇതല്ലടാ അല്ലേ? ഗൈസ് നമുക്ക് 2-3 കാര്യങ്ങളുണ്ട്. അതായത് ആദ്യത്തെ കാര്യം, നമ്മൾ കയറിയത് മൊത്തം ഇനിയിപ്പം റാ പോലെ നമ്മൾ ഇറങ്ങുവാണ്. അതേപോലെ തന്നെ നമ്മളിപ്പം പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, ചൈനീസ് ഡ്രൈവിംഗ് ലൈസൻസ് വേണം. വണ്ടിക്ക് ബുക്കും പേപ്പറും ചൈനീസ് വേണം. പിന്നെ അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, ബുക്ക്, നമ്പർ പ്ലേറ്റ്, ഇതിനൊക്കെ നമുക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോയി കണ്ണ് ടെസ്റ്റിംഗ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറേ പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും 2 ദിവസത്തെ പരിപാടി ഉണ്ട് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകുന്നിടത്ത്. അപ്പോൾ അത് തീർക്കണം. എന്നിട്ടാണ് നമ്മൾ ചൈനയിലേക്ക് എൻട്രി ചെയ്യുന്നത് കേട്ടോ. റോഡാട്ടോ ഇതിനെ നമ്മൾ കയറിയത് പോലെ അല്ല ഇവന്. ഇത് ഇച്ചിരി വളവ് ഇച്ചിരി നല്ല ദൂരമുണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ നേരത്തെ. അതായത് ടിബറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 4 ലൈൻ കിട്ടുമെന്ന് പറഞ്ഞ് ചൈന ഭാഗത്തോട്ട് എൻട്രി ചെയ്യാൻ നേരത്ത്. ഇനിയിപ്പോ എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല. ഇതുവരെ നമുക്ക് സത്യം കേട്ടോ. അതായത് നമുക്ക് ഇപ്പോഴും 2 ലൈൻ റോഡാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വളരെ ശ്രദ്ധിച്ച് കൂട്ടി ഓടിക്കണം. ഇതാ വലുതുണ്ടോ, ഇതുണ്ടോ, ഇതേപോലെ ഓടിച്ചു കൊടുത്തില്ലേ പണിയാട്ടോ. കാരണം ഫുള്ള് ഹെയർപിന്നാണല്ലോ. ഹെയർപിന്നാട്ടോ. നമ്മളൊക്കെ ഉണ്ടല്ലോ പണ്ട് ക്ലാസ്മേറ്റിന്റെ ബുക്കിലൊക്കെ കണ്ട പോലെ ഉണ്ടല്ലോ. നോക്കണം അങ്ങോട്ട് നോക്കിയ നീ ഫുൾ അങ്ങനെ കേട്ടോ. എല്ലാ ഭാഗങ്ങളും ഇതുപോലെ ഫുള്ള് മലകളോട് മലകൾ. ആ മലകൾ മൊത്തം ഇന്ന് നമ്മൾ ഇറങ്ങി തീരണം. മനസ്സിലായില്ലേ? പിന്നെ ഈ കാണുന്നൊക്കെ മഞ്ഞാട്ടോ, ഫ്രീസിങ് മഞ്ഞ്. അതായത് ഇതൊക്കെ വിന്റർ ടൈമിൽ ഈ കാണുന്ന ഏരിയ ഒക്കെ ഫുള്ള് മഞ്ഞായിരിക്കും കേട്ടോ. മൈനസ് ആയതുകൊണ്ട് ഇവിടുത്തെ അരുവികളൊക്കെ ഫുള്ള് എന്തായിരിക്കും, അതായത് പിന്നെ ഫുള്ള് മൈനസ് ഇതായിരിക്കും കേട്ടോ, ഫ്രീസ് ആയിരിക്കും. നമ്മൾ ഇനി ഇറങ്ങാനുണ്ട് കേട്ടോ, കുറേ ഇറങ്ങാനുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ 3000 ഫീറ്റിലാന്ന് തോന്നി. ഇന്ന് നമ്മൾ മീറ്ററിലാട്ടോ ഇവർ പറയുന്നത്. 3000 മീറ്റർ, 3000 മീറ്റർ എന്നാണ് ഇവർ പറയുന്നത്. ഇന്ന് ആ ഒരു ഇതിലാണ് നമ്മൾ താമസിക്കുന്നതെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം കേട്ടോ. അങ്ങനെ യാത്ര ചെയ്ത് നമ്മളങ്ങനെ താഴ്വശത്തെത്തി. അതായത് നമ്മളൊരു ഗ്രാമത്തിലെത്തി. നമ്മളങ്ങനെ അവിടുന്ന് വിട്ടതിന് ശേഷം ആദ്യത്തെ ഗ്രാമം കേട്ടോ ഈ കാണുന്ന ഗ്രാമം. നല്ല കിടിലൻ നീറ്റ് ആൻഡ് സെറ്റപ്പ് ഗ്രാമം കേട്ടോ. ഇവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ടോ, റോഡ് എനിക്ക് തോന്നുന്നു 4 വരിയോ വീതി കൂട്ടും അങ്ങനെ എന്തോ കേട്ടോ. അതാണ് ഈ കാണുന്ന സംഭവം. അതെ വീതി കൂട്ടുകയാണ്. ഫുള്ള് ടിബറ്റൻ കൾച്ചർ സെറ്റപ്പ് ആട്ടോ. പർവ്വതങ്ങളുടെ ഇടയിൽ കൂടി ആട്ടോ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. ഇപ്പൊ അത്യാവശ്യം നല്ല റോഡായി. ഇനിയിപ്പോൾ നമുക്കൊരു 60-70 കീച്ചാം. പക്ഷെ ക്യാമറ എപ്പോഴും ശ്രദ്ധിക്കണം. ക്യാമറ ഉള്ളപ്പോൾ ഞാൻ കാണിച്ചു കേട്ടോ. ക്യാമറ ഉള്ളപ്പോൾ ഞാൻ വണ്ടി ചവിട്ട് സ്ലോ ആക്കും. എന്നിട്ട് ഞാൻ പോവുള്ളൂ കേട്ടോ. നമ്മുടെ കൂട്ടത്തിലുള്ള 3 പേര് ഫ്രണ്ടിലും ഒരാൾ ബേക്കിലും കേട്ടോ. ഞങ്ങൾ ഇച്ചിരി പെതിയാണ് പോകുന്നത്, കാരണം വീഡിയോ എടുക്കേണ്ടതുണ്ട് കേട്ടോ. ഈ ചൈനയിലുണ്ടല്ലോ 2 വരിപ്പാതയില്ലേ, എപ്പോഴും നമ്മൾ കാണാൻ നേരത്ത് അടിപൊളിയായിരിക്കും. ഇതൊക്കെ നല്ല സൂപ്പർ ആയിരിക്കും. പക്ഷെ ഇതിനൊരു ജമ്പിങ് ആൻഡ് ബമ്പിങ് ഉണ്ട് കേട്ടോ. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ട്. ഈ സ്റ്റിയറിംഗ് ഒരിക്കലും സ്റ്റേബിൾ ആയിരിക്കില്ല. ഇതിങ്ങനെ പൊക്കോണ്ടായിരിക്കും കേട്ടോ. അപ്പൊ എപ്പോഴും കെയർഫുൾ ആയിട്ട് വേണം വണ്ടി ഓടിക്കാൻ. ഇച്ചിരി ടൈറ്റ് ചെയ്ത് പിടിച്ചോണം കേട്ടോ. ഭയങ്കര കെയർഫുൾ ആയിരിക്കണം കേട്ടോ. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ എന്താണ് സംഭവം? ഇവിടെ വണ്ടി നിർത്താൻ പറഞ്ഞേ സംഭവം. എനിക്കൊരു പിടുത്തം കിട്ടിയില്ല. കുടിക്കാനോ അങ്ങനെ മൂത്ര ഒഴിക്കാനോ ഒക്കെ അങ്ങനെ നിർത്തിയതാണോ? സാധാരണ പുള്ളിക്കാരൻ നിർത്തുന്നതല്ല. ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. 5200 കിലോമീറ്ററോ എന്ന സംഭവം എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ആയിരിക്കും. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഓരോ ഫോട്ടോ കഴിച്ചിട്ട് കേട്ടോ. അതോടുകൂടി പരിപാടി കഴിഞ്ഞു. നോക്കൂ, ഫൈനലി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ, മസ്റ്റ് ഗോ ഇൻ യുവർ ലൈഫ്. നമ്മുടെ സുഗുണൻ ഗൈഡ് വിളിച്ചു കേട്ടോ. ഗൈസ് വണ്ടി എടുക്കാൻ പറഞ്ഞു. ഇവിടെ ഉണ്ടല്ലോ വേറെ സംഭവം ഉണ്ട് നമ്മളോട്. പിന്നെ നമ്മുടെ വണ്ടി എടുക്കാം. സുഗുണൻ നമ്മുടെ പിന്നെ സുഗുണുണ്ടല്ലോ, നമ്മുടെ മോശമായി പെരുമാറുക നമ്മളിവിടെ കൊണ്ടുവന്ന് മര്യാദയ്ക്ക് കാണിച്ചു തരായിരിക്കും. അങ്ങനെ ചെയ്ത് നമ്മൾ പരാതി എടുത്ത സുഗുണും ബാനടിച്ച് കൈ കിട്ടും കേട്ടോ. അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെയൊക്കെ ഉണ്ട്. പാസ്പോർട്ട് എന്നാ പാസ്പോർട്ട് എടുത്ത് വണ്ടി വെക്കണം. വേറെ കാര്യമുണ്ട്. വാട്ട് ടെല്ലിംഗ് ഭയ്യ? പാസ്പോർട്ട്
पासपोर्ट निकाल के रखो बोला हाँ इधर ही है ना आगे लगेगा पासपोर्ट हाँ कहीं पे लगेगा ചെക്ക് പോസ്റ്റ് ഓക്കെ ഓക്കെ ഫീവർ ഒക്കെ ഗൈസ് നോക്കൂ, അതായത് പിന്നെ ഫ്രണ്ടിൽ പോസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പാസ്പോർട്ട് ഫ്രണ്ടിൽ വെക്കണമെന്ന് പറഞ്ഞ് അതിന് വീഡിയോ പിടിക്കാൻ പറ്റിയല്ലോ കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ സുഖം ഇപ്പം നമ്മളോട് അപമര്യാദ പെരുമാറുന്ന വെച്ചാൽ ചൈനയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റിന് നമ്മൾ ഇന്ത്യക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ ടൂറിസ്റ്റുകാരോട്ടെ എന്തെങ്കിലും അപമര്യാദ പെരുമാറിയിട്ടുണ്ടെങ്കിൽ സുഗുണിനെതിരെ പരാതി കൊടുത്ത പരിപാടികളും പരിപാടി പാടും. പിന്നെ സുഖം വീട്ടിൽ ഇരിക്കുക. അതൊക്കെ സത്യം കേട്ടോ. പക്ഷെ അതുകൊണ്ട് അവർ ഭയങ്കര ശ്രദ്ധിച്ചാണ് നമ്മളോട് ഇടപഴകുന്നത് കേട്ടോ. ഗൈസ്, ഈ കാണുന്നതാണ് മൗണ്ട് എവറസ്റ്റിലേക്ക് കയറുന്ന എൻട്രി. അപ്പം ഈ കാണുന്ന ഇവിടെ നിർത്താനുള്ള കാരണം ഇവിടുന്ന് ഫോട്ടോ എടുക്കാം. പിന്നെ അതേപോലെ തന്നെ മൗണ്ട് എവറസ്റ്റിലേക്ക് കയറുന്ന എൻട്രിയും സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എല്ലാം ഫുള്ള് CCTV നിരീക്ഷണവും അതുപോലെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതുണ്ടോ ഈ കാണുന്ന ഇവിടെ വരെ ഫുൾ എന്തൊക്കെയോ സെറ്റപ്പും സംവിധാനങ്ങളൊക്കെയാണ്. ഇവിടെ വണ്ടി നിർത്താനുള്ള മെയിൻ കാരണം എല്ലാവർക്കും ടോയ്ലറ്റിൽ പോകാനും പിന്നെ അതേപോലെ തന്നെ ഇത് കാണാനുമുള്ള സംവിധാനത്തിന് വേണ്ടിയാണ് വണ്ടി നിർത്തിയത്. ക്യായേ 2 मिनट खड़ा रहो तो मैं वॉशरूम में कहता हूँ. ഗൈസ് നോക്കൂ, പുള്ളിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി ബാത്റൂമിൽ പോയിട്ട് വരട്ടെ. നമ്മുടെ ഓരോ വണ്ടിയായിട്ട് എടുത്തു തുടങ്ങി. അപ്പം आप जाओ वो नहीं है ना, वो जाओ मैं इधर ही है ना, आप जाएगा मैं जाएगा. അപ്പോൾ ഗൈസ് നോക്കൂ, അതായത് പുള്ളിക്ക് മൂത്രം ഒഴിക്കും എപ്പോഴാണ് വെട്ടിയത്. എൻ്റെ പൊന്നെ, നമ്മുടെ എല്ലാ വണ്ടികളും ലൈനായിട്ട് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്നാ ലിബിനെ നീ എന്നാ പറഞ്ഞത് ഇപ്പൊ എല്ലാവരും വണ്ടി എടുത്തില്ല, ആവശ്യം വന്നാൽ ആരും നിൽക്കില്ല. അല്ലേ ഗൈസ്, ഈ കാണുന്ന ഇവിടുന്ന് കേട്ടോ വെട്ടം വരുന്നത്. അതുകൊണ്ടാണ് ഒരു കറുത്ത ബ്ലാക്കിഷ് സംഭവങ്ങളൊക്കെ. ഇത് കണ്ടോ ഈ കാണുന്ന ഇവിടെയൊക്കെ ഫുള്ള് മൗണ്ടൻ ആട്ടോ. നോക്കി തീർ ലുക്ക് സ്ഥലം. ഗൈസ്, ഇവിടെ ഉള്ളവരൊക്കെ നമ്മളെ വന്നിങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. ഗൈസ്, ഇവർക്കൊക്കെ നമ്മുടെ വണ്ടി നമ്മുടെ ഈ സംഭവങ്ങൾ കാണുമ്പോൾ ഭയങ്കര ക്രേസ് ആട്ടോ. പ്രത്യേകിച്ച് ഇവിടെ ഉള്ളവർ നല്ല നല്ല മനുഷ്യത്വവും നല്ല സ്വഭാവം കേട്ടോ. ആൾക്കാരെ നല്ല സെറ്റപ്പാട്ടോ. എല്ലാ സ്ഥലങ്ങളും ഭയങ്കര നീറ്റാണ്. അതാണ് മെയിൻ സംഭവം. നാഷണൽ ടൂറിസം സംഭവം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നാഷണൽ ടൂറിസം അതിൻ്റെ അതുപോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതേപോലെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെയൊക്കെ ഒരു കിടിലം ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ അവിടെയൊക്കെ പാർക്കിംഗ് അതുപോലെ സംഭവമുണ്ട്. ഇപ്പം നമ്മുടെ കൂടുതൽ പപ്പുബായി വന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ചെറുക്കന് ഇവിടെ ഉണ്ട്. എന്നോട് വണ്ടി ഓഫാക്കാൻ പറഞ്ഞു. എന്നെ അറിയത്തില്ല, കാരണം കറക്റ്റല്ല കേട്ടോ കത്തുന്നത്, പുക വരുന്നുണ്ട്. പുള്ളിക്കാരനുണ്ടല്ലോ ബാത്റൂമിൽ പോയേക്കാണ്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്തോണം. എത്ര സമയത്തിനുള്ളിൽ ബോർഡർ കിടക്കണമെന്ന് പറഞ്ഞാൽ, അതായത് ആദ്യത്തെ ചെക്ക് പോസ്റ്റ് അല്ലേ ലിവിനെ? ചെക്ക് പോസ്റ്റ് നമ്മൾ ഒരു ഏകദേശം അരമണിക്കൂറിൽ കഴിയുമെന്നാണ് സുഗുണം പറയുന്നത്. സുഗുണം പറഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. സുഗുണില്ലാതെ ഒരു കാര്യം നടക്കില്ല. അത് വേറെ സംഭവം കേട്ടോ. സുഗുണം ഞാൻ കൊടുക്കും ഉറപ്പാ. സുഗുണം ചില സമയത്ത് എന്നോട് ഗുണാന്ന് പറയും കേട്ടോ. എടാ ലിവിനെ ക്യാമറ നോക്കിയേ, എന്തോരം ക്യാമറകളാന്ന് നോക്കിയേ. എൻ്റെ പൊന്നെ, എല്ലാ സ്ഥലത്തും റൂറൽ ഏരിയ വരെ ഈ ക്യാമറയുടെ ഒരു ഫൈൻ കിട്ടിക്കഴിഞ്ഞാൽ പത്രം മേടിക്കാം. അടുത്ത 10,000 രൂപയാണ് ഒരു ഫൈൻ. എല്ലാ റൂറൽ ഏരിയ വരെ പിന്നെ ഇതാണ് സംഭവം കേട്ടോ. നമ്മളെന്തായാലും പുള്ളിയുടെ വണ്ടിക്ക് ഇവിടെ സെക്യൂരിറ്റി നിൽക്കുകയാണ്. ഇവരും ഇതേപോലെ തന്നെ ടൂറിസ്റ്റുകളാട്ടോ ഇവിടുത്തെ. ഫൈനലി പപ്പം എടുത്തു, ഞങ്ങൾ വണ്ടി എടുക്കും കേട്ടോ. കാരണം അവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. പുള്ളി എന്നാൽ ഞങ്ങളോട് ചോദിച്ചു 2 മിനിറ്റ് നിൽക്കാവോ? അപ്പം ഞങ്ങൾ നിന്നു. ഈ 180 എന്ന് പറഞ്ഞ റൂട്ടിൽ കൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. ഒന്നെങ്കിൽ അത് പോലീസ് സ്റ്റേഷൻ, എന്തൊരു സംഭവം എൻട്രി ബോർഡർ INSPC അത് തന്നെ കേട്ടോ. അപ്പൊ ഇത് ടോളോ പോലീസ് സ്റ്റേഷൻ അങ്ങനെ വർക്കിംഗ് അല്ല കേട്ടോ. അത് തുറന്നു കൊടുത്തിട്ടില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇതേപോലെ തന്നെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ തൊട്ടിപ്പുറത്തോട്ട് ഡൈവേഷൻ ആണ്. നമ്മൾ അതിലെ പോയാൽ മതി കേട്ടോ. കണ്ടോ വണ്ടി കിടന്ന് വെട്ടുന്നത് കണ്ടോ. ഫ്രണ്ടിൽ കൂടെ വരുന്നതാണ് അജാന ബാബു കേട്ടോ. നോക്കിയതുണ്ടോ ഒരു ക്ലിയർ അല്ല കേട്ടോ ഈ സാധനം. അതുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും. വളരെ കെയർഫുൾ ആയിരിക്കണം. ഇവരുടെ 2 വരിപ്പാതിൽ 4 വരിപ്പാത നമ്മൾ ഓടിച്ചിട്ടില്ല, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അവിടെ ചെല്ലാൻ നേരത്തെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു യൂറോപ്പ്, ഒരു അമേരിക്കയുടെ ചില പാർട്ടികളിൽ കൂടെ പോകുന്ന സെയിം ഫീലിംഗ് കിട്ടും. ആ ഒരു സെറ്റപ്പാണ് ഗൈസ്. ഇനി അടുത്ത് എവിടെയാണ് നിർത്തുന്നത് ഞങ്ങൾക്ക് അറിയില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അതിന് ഏതായാലും നല്ല ഹോട്ടലിൽ നിർത്തുമെന്ന് അറിയത്തില്ല. കാരണം ഈ കണാരൻ എവിടെയൊക്കെയോ മറ്റേ കമ്മീഷൻ അടിക്കുന്നുണ്ടെന്ന്. ഈ കണാരൻ കമ്മീഷൻ അടിക്കുന്നതുകൊണ്ട് പുള്ളിക്കായ രീതിയിലുള്ള സ്ഥലത്തെ നിർത്തുള്ളൂ. അറിയില്ല ഉച്ചക്കത്തെ ലഞ്ച് എങ്ങനെയാണെന്ന് അറിയില്ല, പിന്നെ ഡിന്നർ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതേ ഒരു ക്യാമ്പർ വരുന്നതാ. ഇറ്റാലിയൻ ബ്രാൻഡില്ല ഇവാങ്കോയോ അങ്ങനെ പറഞ്ഞ ആ കമ്പനിയുടെ ക്യാമറയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. കണ്ടോ ഇന്നലെ നമ്മൾ 4 കണ്ടില്ലായിരുന്നോ? ഇന്നലെ നമ്മൾ ഇട്ടേണ്ട തൊട്ടപ്പുറം ഇത് ചൈനീസ് ക്യാമറ ആണോ? എന്റെ മോനെ ജീവാകൻ ഗൈസ്. ഇവിടെ ഉള്ളവരുണ്ടല്ലോ, എന്റെ വിശ്വാസം ശരിയാണെങ്കിലും ഞാൻ ചോദിച്ചു മനസ്സിലാക്കില്ല. എനിക്ക് മനസ്സിലായത് ഇവിടെ ഉള്ളവര് കൂടുതലും ഉപയോഗിക്കുന്ന പുറം വണ്ടികളാട്ടോ. പ്രത്യേകിച്ച് അത്യാവശ്യം സെറ്റപ്പ് ഉള്ളവര്. പിന്നെ ഇവിടെയുള്ള വണ്ടികളും ഉണ്ട്, പക്ഷെ എങ്കിൽ ഇവർക്ക് താല്പര്യം പുറത്തുള്ള വണ്ടി. എടാ ലിബിനെ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കയറി ചെക്ക് പോസ്റ്റ് നമ്മൾ ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടി പോയപ്പം മനസ്സിലായോ? ഇനി ഇവിടെ
പിന്നെ ഇതാട്ടോ ആർമിയാ. വണ്ടികളെല്ലാം വാലെ നിർത്തിച്ചു. ഇവിടെ ചെക്ക് പോസ്റ്റ് ആണ്. ഇനിയിപ്പം നമ്മുടെ ഗൈഡ് പോയിട്ട് എല്ലാം എൻട്രി ചെയ്യണം. അങ്ങനെ എൻട്രി ചെയ്താൽ മാത്രമേ എല്ലാവരും പാസ്പോർട്ട് സാധനം കൊടുത്ത് എൻട്രി ചെയ്താൽ മാത്രമേ ഇനി നമ്മളെ കയറ്റി കൊടുത്തുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതെപ്പോഴും എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഗൈഡിൻ്റെ കയ്യിലാണ് നമ്മുടെ ഡോക്യുമെന്റ്സ്, വിസ, പാസ്പോർട്ട് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഇനി കാണിക്കണോ ലിബിൻ്റെ നമ്പർ 6 എൻ്റെ നമ്പർ 7. ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ നാട്ടിലൊക്കെ പോലീസുകാർ എടുത്തോട്ട് നമ്മൾ പോയി കുനിഞ്ഞിരിക്കും. ഒരു ചെക്കിങ് വണ്ടിയുടെ അടുത്ത് വന്നിട്ട് എന്താണ് കാര്യം ആവശ്യപ്പെടുന്നത് അത് കാണിച്ചു കൊടുത്ത് അവര് എല്ലാ കാര്യം വണ്ടി എടുത്തു വന്നിട്ട് ചെയ്യും. ഗൈസ് ഫൈനലി ഞങ്ങളുടെ ചെക്കിങ് കഴിഞ്ഞു. 2 പേരുടെ പാസ്പോർട്ട് കാണിച്ചു, നമ്മുടെ മുഖം കാണിക്കണം. അതിനുശേഷം ഉണ്ടല്ലോ വണ്ടി ഇന്ന് ചെക്ക് ചെയ്തില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാക്സിനേഷൻ എടുക്കാൻ പോയപ്പോൾ ചെക്ക് ചെയ്തായിരുന്നു. എല്ലാ വണ്ടിയുടെ ഫോട്ടോ എടുത്തു. കറക്റ്റ് സ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് സ്ട്രിക്റ്റ് ആണ്. അവര് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കും വണ്ടി അവിടെ ഇട്ടിട്ട് അപ്പുറത്തിടണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ആൾക്കാർ എടുത്ത് മാറ്റും കേട്ടോ. അങ്ങനെ നമുക്ക് വരുന്ന വഴിക്ക് ഒരു സിഗ്നൽ കിട്ടി കേട്ടോ. ഭാഗ്യത്തിന് അത് ഗ്രീൻ ആണ്, ഇവർക്ക് കിട്ടിയ റെഡ്. ഇവര് നിർത്തി, മനസ്സിലായില്ല ഇവനെ. സിഗ്നലൊക്കെ വളരെ ശ്രദ്ധിക്കണം അടുത്ത് ക്യാമറ കേട്ടോ. സുഗുണൻ വണ്ടി മാറ്റിയാണുള്ളത് നിർത്തിയേ. ഹോട്ടലിൽ കയറിയതാ സുഗുണൻ, ഹോട്ടലിൽ കയറി. അനുഗ്രഹം എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഉണ്ടായാൽ മതിയായിരുന്നു കേട്ടോ. പരമാവധി എന്നെ ഉള്ളത് നോക്കട്ടെ. ആർക്കും ഭക്ഷണം കഴിക്കണ്ട. ഹായ് ഹലോ ഗൈസ്, നോക്കൂ, ആർക്കും ഭക്ഷണം കഴിക്കണ്ട, ഞങ്ങൾക്കും കഴിക്കണ്ട ഞങ്ങൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്ത 20 മിനിറ്റിനുള്ളിൽ വണ്ടി നിർത്തും പെട്രോൾ അടിക്കാൻ വേണ്ടി. പാവം നമ്മുടെ സുഗുണപ്പൻ്റെ പ്ലാനിങ് എല്ലാം പാളി. യഥാർത്ഥമായ കാഴ്ചയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, നമ്മൾ എത്തുന്നുള്ളൂ. നമുക്ക് ടിബറ്റ് വഴിയല്ലേ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മേഖല കൂടെ തന്നെ ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ചൈനയിലെ കടൽ ഭാഗങ്ങളുണ്ട്, നല്ല പിന്നെ ഉയരത്തിലുള്ള മലകൾ, അവിടെ കൃഷികൾ, പിന്നെ കുറേ ഫാക്ടറികൾ, ടൗണുകൾ, അങ്ങനെ വലിയ സെറ്റപ്പുള്ളൊരു സ്ഥലമാണ് ഈ ചൈന. നമ്മളിപ്പം പോകുന്ന വഴി തന്നെ കണ്ടോ, ഏതാണ്ട് കിലോമീറ്റർ നീളത്തിൽ നേരെ സ്ട്രെയിറ്റ് കിടക്കുക കേട്ടോ. ഓഫ്, എന്താ ലിബിയ വിജനമായ സ്ഥലമല്ലേ ഇതിനെ മൊത്തത്തിൽ. താമസമൊക്കെ വളരെ കുറവാട്ടോ. കൃഷിഭൂമിയിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് അവിടുത്തെ ഇലക്ട്രിക്കലും, പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ കൊച്ചു കൊച്ചു ട്രാക്ടറുകൾ, ഈ കാണുന്ന സംവിധാനം എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു വ്യത്യാസവും ഇല്ല അല്ലടാ. അതെ ഇവിടെ നമ്മുടെ ടുട്ടു പോലത്തെ ഒരു വേറൊരു വിഭാഗം. ഗൈസ്, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞ എല്ലായിടത്തും 5G അല്ലേ ഇവനെ. പക്ഷെ ഇവിടെ ടിബറ്റ് ഭാഗങ്ങളിൽ മാത്രം 4G ഉള്ളു അല്ലേ. ചില സ്ഥലങ്ങളിൽ 2G, ചില സ്ഥലങ്ങളിൽ ഇന്റർനെറ്റ് കിട്ടുകയേ ഇല്ല. ലോറിക്കകത്ത് കട്ടില് കൊണ്ടുവന്ന് നോക്കിയേ, പുറത്ത് ഒന്നും വിഷയമില്ലെന്ന് തോന്നലടാ. ഇല്ലെന്നാ തോന്നുന്നത്, പോലീസ് നല്ല ഫൈൻ അടിച്ചു കൊടുക്കുന്ന. എന്റെ പൊന്നെ, സാധനം കൊണ്ടുവന്ന് നോക്കിയേ, കയറാൻ പറ്റുമോ? ഇല്ല, വണ്ടിയുണ്ട്. ഇത് എന്നതാടാ പുറത്തോട്ട് തള്ളിയിട്ടാട്ടോ പോകുന്നത്. ആടുവാ മരത്തിന്റെ ആട്ടോ. ഈ കാണുന്ന റൂട്ടിൽ കൂടെയാണ് ഞങ്ങൾ വന്നത്. ഫൈനലി ഒരു പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തി. എന്നിട്ട് ഇവിടുന്ന് ഓരോ വണ്ടികളായിട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കറക്റ്റ് പിന്നെ ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂകളുണ്ട്, എണ്ണ കറക്റ്റ് വർക്ക് ചെയ്യില്ല. അപ്പം ഭയങ്കരമായിട്ട് എണ്ണ കത്തിത്തീരും. അപ്പോൾ ഓരോ വണ്ടികൾ നിർത്തി എണ്ണ അടിക്കാൻ വേണ്ടി. ഈ കാണുന്ന ബൈക്ക് മാത്രം എന്താണ് ഇവിടെ നിർത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിക്ക് ഇവിടുന്ന് എണ്ണ കൊടുക്കില്ല കേട്ടോ. ഇവിടെ ഒരു പ്രത്യേകതരം ക്യാനുണ്ട്, ആ ക്യാൻ്റെ അകത്ത് ഇവിടുന്ന് അടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ. അങ്ങനെയുള്ള സെറ്റപ്പ്. ഇതെന്തായാലും ഇത് ഫില്ലായി കഴിഞ്ഞ ശേഷം നമ്മുടെ വണ്ടി കയറ്റാം കേട്ടോ. നമുക്ക് നമ്മുടെ വണ്ടിക്ക് അങ്ങനെ ഡീസൽ അടിക്കുകയാണ്. ഇവിടെ 8.46 ഡീസൽ പ്രൈസ്. നമ്മുടെ വണ്ടിക്ക് ഫുൾ ടാങ്ക് അടിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ യൂറോപ്പിലൊക്കെ പോലെ തന്നെ ഈ കാണുന്ന ഇതിൻ്റെ ഉള്ളിൽ പോവുക. ഇവിടെ ഫുഡും സംഭവങ്ങളൊക്കെ കിട്ടും. 2 റെഡ് ബുൾ മേടിച്ചു കേട്ടോ. ഗൈസ് നോക്കുക, ഇതിൻ്റെ അകത്ത് നമുക്ക് പൈസ കൊടുക്കണം കേട്ടോ. ശ്വാസം മുട്ടുന്നുണ്ട്, അതിൻ്റെ സാധനം കാണുന്നു കേട്ടോ. അപ്പു ബൈക്കാ സ്പെഷ്യൽ ആണ് ഏ വാല ബൈക്ക്. ഇത് 95. ഗൈസ് നോക്കൂ, നമുക്ക് 95 കേട്ടോ. ഓരോരുത്തർക്കും ഓരോ സാധനമാണ്. ഈ 0 എന്ന് പറഞ്ഞ ഡീസലാട്ടോ, എപ്പോഴും ഓർത്തിരിക്കണമെന്ന് പറഞ്ഞു. ഫുള്ളായോ? എണ്ണ അടിച്ചു. ഞങ്ങളുടെ വണ്ടി ഇങ്ങോട്ട് മാറ്റിയിട്ടില്ല. ഇപ്പോൾ ബില്ലടിക്കാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ചൈനയിൽ ബൈക്കുകൾക്ക് ഇതേപോലെ എണ്ണ അടിക്കാൻ പറ്റുള്ളൂ. പുള്ളി 9 ലിറ്റർ എണ്ണയാണ് ഈ കാണുന്ന സാധനത്തിൽ മേടിച്ചേക്കുന്നത്. ഇത് പെട്രോൾ ആട്ടോ. പെട്രോൾ ഗൈസ് നോക്കൂ, 95. നമുക്ക് 0 ആട്ടോ. ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. നമുക്ക് 0, ഇതിന് 95 ആണ്. 8.46 മറ്റേതിൻ്റെ പൈസ കേട്ടോ, അതായത് ഡീസലിൻ്റെ. നമ്മുടെ എല്ലാ വണ്ടികളും ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇന്ന് ലോങ് വേ ആണ്. നോക്കൂ, ഇനി 240 കിലോമീറ്റർ ഉള്ളൂ. 340 80 കിലോമീറ്റർ കഴിഞ്ഞാൽ ലഞ്ചിങ് ടൈം ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ലഞ്ച് കഴിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ടാക്സി പൂർത്തി വരുന്നുണ്ട്. വണ്ടി ഇവിടെ ഉണ്ട്. ലിബി ബില്ലടിക്കാൻ പോയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ X3, BM ഇതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, എല്ലാം ഫോറിൻ വണ്ടികളൊക്കെയാണ്. ഇവിടുത്തെ വണ്ടികളുമുണ്ട്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള റെഡ് ബുൾ കേട്ടോ, 10 രൂപയാണ്. ഒരെണ്ണത്തിന് 5, അങ്ങനെ 10 കേട്ടോ. സിഗരറ്റിന് ഭയങ്കര പൈസ കേട്ടോ. 1000, 100 വരും.
നല്ലതിനൊക്കെ മിഡിലിന് 50. ലിവിൻ പൂസാണോടാ? അങ്ങോട്ട് പോകുന്ന അങ്ങോട്ട് പോവാ. ശരിക്കും ഇത് കുടിക്കാൻ പാടില്ല, ഞങ്ങൾക്കറിയാം. പക്ഷെ ഭക്ഷണമില്ല, ഉറക്കമില്ല, പിന്നെ എന്ത് ചെയ്യാനാ? ഇതെല്ലാം വേറെ മാർഗ്ഗമില്ല. നോക്കൂ, നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ ഓരോന്നായിട്ട് ഇത് നേരെ ഫ്രണ്ടിലുണ്ട്, ഞങ്ങൾ തൊട്ട് ബേക്കിലുണ്ട് കേട്ടോ. കാരണം ഇപ്പം എണ്ണ അടിച്ചതേ ഉള്ളൂ. ഒന്ന് ഈ താഴോട്ടായി വരും, പിന്നെ കറക്റ്റ് കത്തി വരുമല്ലോ കേട്ടോ എണ്ണ. ഇപ്പം ഇത് മര്യാദ കത്തുന്നില്ല. ഇത് ട്രാഫിക് പോലീസ് ചെറിയ പാലങ്ങളുണ്ട്. ഏതാണ്ട് 150 കിലോമീറ്റർ കഴിയുമ്പം സുഗുണം നിർത്തുമെന്ന് പറഞ്ഞ്. അപ്പം ആ സമയത്ത് സുഗുണം എവിടെ നിർത്തിയാലും അവിടെ നിർത്താം നമുക്ക്, അല്ലാതെ നമുക്ക് നിർത്താൻ പറ്റില്ല കേട്ടോ. പക്ഷെ ഞാനും സായിപ്പൊക്കെ ഇച്ചിരി ബേക്കിലൊക്കെ ഇങ്ങനെ നിന്ന് ഇച്ചിരി സ്പീഡൊക്കെ കുറച്ച് അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. കാരണം അല്ലെങ്കിൽ പുള്ളി നിർത്തുന്ന സ്ഥലത്ത് നിർത്തി 10 മിനിറ്റ് കഴിയുമ്പോൾ പോവാന്ന് പറയും കേട്ടോ. പുള്ളിക്ക് പെട്ടെന്ന് പോകുന്ന ആളാന്ന് തോന്നുന്നു, അല്ലേ ലിവിനെ? അതെ. ഇത്രയും നേരം ഞങ്ങൾ അടങ്ങിയിരുന്നു കേട്ടോ. നമ്മൾ ഓരോ വണ്ടീനെ പാസ് ചെയ്ത് മിക്കവാറും ഏജന്റിന്റെ വണ്ടിയിൽ ഞങ്ങൾ പാസ് അടിച്ചു പോകും അല്ലേ? നമുക്ക് റൂട്ട് അറിയില്ല. ഇപ്പൊ അല്ലേ എന്നാ ഞാൻ ക്രോസ് അടിച്ചാൽ തന്നെ പുള്ളിക്കാരൻ നടുക്കിട്ട് ഓടിക്കുന്നത്. പുള്ളി എന്നാ നടുക്കിട്ട് ഓടിക്കുന്നത്? കേട്ടിടാതിരിക്കാനാ? അതെ ഇവനെ നമുക്കെന്ന് വെച്ചാൽ അവിടെ ഓടിച്ചു അതേ ക്ലൈമറ്റും അതേ റോഡും തന്നെയാണ് ഇവിടെ. നമ്മൾ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ മഞ്ഞ് നോക്കടാ. ഇവര് അപ്പുറം ഉണ്ട് ഇപ്പുറം ഉണ്ട്. ഇതുവരെ ആയിട്ട് എടുത്താൽ മഞ്ഞ് പോയിട്ടില്ല. സത്യം കേട്ടോടാ. ഇങ്ങോട്ട് വരാൻ ഫുള്ള് ലേക്ക് ഫ്രീസ് ആയവനെ. ഫുള്ള് ഫ്രീസ് ആയവനെ. ഏജന്റ് ഇല്ലായിരുന്നു ഒന്ന് ഇറങ്ങി നടക്കാറുന്നല്ലേ. ഒരു വലിയ സംഭവത്തിന്റെ അവിടെ നമ്മൾ എത്തിയിട്ടോ. 23 കിലോമീറ്റർ കാണിക്കുന്നത്. 23 കിലോമീറ്റർ നോക്കും. നമ്മുടെ സുഗുണൻ അവിടെ നിർത്തിയാലേ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. സുഗുണൻ നിർത്തൂല, വെച്ചടിക്കും. സുഗുണൻ 400 ഇട്ട് അറിയാട്ടോ നിർത്തൂല്ല എന്നുള്ളത്. അങ്ങനെ ഫൈനലി അടുത്ത സ്ഥലത്ത് നിർത്തിയിട്ടോ. ഇത് ഏതോ പാസ്സാണ്. ഇവിടെ ഒരു എൻട്രിയും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഒരു സുഗുണപ്പം നിർത്തിക്കഴിഞ്ഞാൽ എല്ലാ സുഗുണപ്പന്മാരും നിർത്തും. ചേച്ചിമാർ ഇതൊരു സാധനം ഉണ്ടോ, നമ്മൾ ഓൾറെഡി ഇത് മേടിച്ച കേട്ടോ. ഇവിടെ നമുക്ക് കറക്റ്റ് എവറസ്റ്റിൻ്റെ ആണോ അതോ അതിൻ്റെ റേഞ്ചാണോ ഏതോ ഒന്നിൻ്റെ ഭാഗം ഇവിടുന്ന് കറക്റ്റ് കാണാൻ പറ്റും കേട്ടോ. ലിവിൻ വണ്ടി പൂട്ടുവാണ്. ഇവിടെയൊക്കെ ആൾക്കാരെ സ്വന്തമായിട്ട് എന്തൊക്കെയോ മേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണാവോ? കമ്പിളി പോലെ സാധനം അല്ലടാ, ആടിൻ്റെ രോമാണോ? ആടിൻ്റെ രോമം വെച്ച് ആണോ? ഗൈസ് നോക്കൂ, എന്തായാലും ഫൈനലി വണ്ടി ഇവിടെ നിർത്തി. എന്താണ് സംഭവം എന്നുള്ളത് ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കട്ടെ കേട്ടോ. Nature reservation. And after exit here, then finish of the Chomolungma nature reservation. നാഷണൽ റിസർവേഷൻ എൻട്രി ആട്ടോ. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി, അതുകൊണ്ട് അതില്ല കേട്ടോ. അതാണ് സംഭവം. ഗൈസ് ഫൈനലി നമ്മൾ ഇവിടെയൊക്കെ കുറേ ഇവരുടെ ടെക്നോളജികളും സംവിധാനമൊക്കെ ആണ് കേട്ടോ. ഇഷ്ടം പോലെ പല രീതിയിലുള്ള കേട്ടോ. ഇവിടെ ഡ്രോണൊന്നും പറത്താൻ പാടില്ല. ഇവിടെയൊക്കെ ടിബറ്റൻ ഫ്ലാഗും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് സെറ്റപ്പായി വെച്ചിട്ടുണ്ട്. ഇതേ ഈ കാണുന്ന ഇവിടെയാണ് നമ്മുടെ TT നെപ്പോളിയൻ കിടക്കുന്നത്. ഗൈസ് പുറത്ത് നല്ല രീതിയിലുള്ള തണുപ്പാണ്. ഇവിടെ ഉള്ളവർക്ക് കൗതുകം കേട്ടോ ഈ കാണുന്ന സൈഡിൽ വണ്ടി ഓടിക്കുന്നത്. ഗൈസ് ഫൈനലി ഞങ്ങളുടെ ഗ്രൂപ്പ് എല്ലാം മുന്നോട്ട് പോയി, ഞങ്ങളും അങ്ങനെ മുന്നോട്ട് പോകണം. താഴോട്ട് വന്നപ്പോൾ നല്ല പച്ചപ്പ് കണ്ടു കേട്ടോ. ഇവിടെ ഓക്സിജൻ ഉണ്ട്, തണുപ്പ് കുറവാണ്, അത്യാവശ്യം നല്ല ചൂടായി ഇപ്പോൾ അല്ലാതെ ലിബിയ. അതെ ഇവിടെ നമ്മൾ എത്ര നാളുകൾക്ക് ശേഷം ഒരു പച്ചപ്പ് കാണുന്നത്. സത്യം കുറേ നേരം ഞങ്ങൾ യാത്ര ചെയ്ത് ഞങ്ങൾക്ക് ഫൈനലി ഒരു ചെറിയ ടൗൺ കിട്ടി. അത്ര വലുതൊന്നുമില്ല. ഇതുണ്ടോ ഈ കാണുന്നതാണ് ടൗണ്. ഇവിടെയൊക്കെ എന്തൊക്കെയോ പരിപാടി സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഫൈനലി നമ്മൾ പ്ലെയിൻ ലാൻഡിൽ എത്തി തോന്നുന്നു. ലിബിനെ അല്ലേല് മരത്തിന് പച്ചപ്പ് ഉണ്ടാവില്ല, ഇല ഉണ്ടാവില്ല, സ്ഥലമുണ്ട്, ഓക്സിജൻ ഉള്ള സ്ഥലം കേട്ടോ. എന്റെ ക്വിക്കിലി എല്ലാരും നിർത്തി, ഞങ്ങളും നിർത്തി. ഞാനുണ്ടല്ലോ ലിബിനെ, എന്റെ സംഭവം എല്ലാം ഊരിക്കളഞ്ഞു. പോലീസ് പോസ്റ്റ് ആയിരുന്നു, ചെക്കിംഗ് ആയിരുന്നു. നമ്മുടെ ഗൈഡ് ചെയ്തിട്ട് എല്ലാം പറഞ്ഞ് മനസ്സാവുന്ന സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നേരെ പോയാൽ മതി കേട്ടോ. ഫ്രൂട്ട്സ് കഴിക്കണ്ടോ? വിശക്കുന്നു. ഫ്രൂട്ട്സ് ആ ചേട്ടൻ നല്ല ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ. ഇവിടെ ഉള്ളവർക്കെല്ലാം നമ്മുടെ വണ്ടി കണ്ടിട്ട് ഭയങ്കര കൗതുകം കേട്ടോ. എന്നാ വെച്ചാൽ ഡ്രൈവിംഗ് ഇത് വ്യത്യാസമല്ലേ ഇവനെ. ഡ്രൈവിംഗ് സൈഡ് എല്ലാം ഫോട്ടോ എടുക്കുന്നത് എല്ലാരും എല്ലാരും കയ്യിൽ ഐഫോണാ കേട്ടോ. മറ്റേ ചൈനീസ് ഫോണൊന്നും ഇല്ല, എല്ലായിടത്തും ഐഫോൺ. എല്ലായിടത്തും നല്ല ഐഫോണുകൾ. ഹലോ ഗൈസ്, ഇഷ്ടംപോലെ ആൾക്കാർ. ഇവർക്ക് ഭയങ്കര സ്നേഹം കേട്ടോ നമ്മളോട്. ഇന്നലെ മുതൽ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ ഇവർ ഇങ്ങോട്ട് വന്ന് നമ്മളോട് സംസാരിക്കും. എന്നെ രാവിലെ ഉണ്ടായിരുന്നു ഒരു ആർമി ഉദ്യോഗസ്ഥൻ പിടിച്ച് വലിച്ചോണ്ട് പോയി. ഞാൻ അത് കഴിഞ്ഞ് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു പെണ്ണുങ്ങൾ വലിച്ചോണ്ട് അടുത്തെന്തോ കുരിശ് വരുന്നുണ്ട് കേട്ടോ. എന്നെ സംഭവം ഇത് എനിക്ക് തോന്നുന്നു ടോളല്ല പോലീസ്. ഇത് പോലീസിന്റെ ചൈന വരുന്നവർക്ക്, പിന്നെ ചൈന വന്നിറങ്ങുന്നവർക്ക് ടിബറ്റിൽ എൻട്രി കിട്ടുമോ? എനിക്കറിയത്തില്ല. ഇല്ല കിട്ടൂല. ഇങ്ങോട്ട് വേറെ പെർമിറ്റ് എടുക്കണം, ഗൈഡ് വേണം. ഗൈഡില്ല കിട്ടൂല. ഇവിടെയൊക്കെ എന്തോ സംഭവം പോലീസ് പോസ്റ്റ് ആട്ടോ. അല്ലടാ, വെയിറ്റ് ചെക്കിംഗ് ആണോ? വണ്ടികളിലൊക്കെ വെയിറ്റ് ചെക്കിംഗ് സംഭവം. ഇവിടെ ഒന്നും നമുക്കില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് പ്ലെയിൻ ലാൻഡിലേക്ക് ഇറങ്ങി വന്നപ്പം ഫുള്ള് തീർ സ്ഥലം എന്ന് വെച്ചാൽ തീർ സ്ഥലം കേട്ടോ. ഏതോ കീട്ടിയിലും ഗ്രാമത്തിലേക്കാണ് ചെന്ന് കയറുന്നതെന്ന് തോന്നുന്നു കേട്ടോ.
ഓ ഇതൊരു രക്ഷയില്ല. ഇതെന്നടാ, എന്തൊക്കെ കൃഷിയാന്ന് തോന്നുന്നുട്ടോ സൈഡിൽ മൊത്തം. അത് ഉരുളക്കിഴങ്ങായവനെ. ഫൈനലി ഈ കാണുന്ന ഇവിടെ ഞങ്ങളെ വണ്ടിയെല്ലാം നിർത്തിച്ചു. അതായത് നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്നാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്. കണ്ടോ, ഈ ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് പറ്റുമെങ്കിൽ മാത്രമേ ഞങ്ങൾ കഴിക്കുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും മേടിച്ച് കഴിക്കും. ഇതുണ്ടോ, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ JC. ഇവിടെ എന്തോ ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ടവർ ഉണ്ടോ, 1.5 ടവറാട്ടോ. ഇവിടെയൊക്കെ 5G ഉണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞങ്ങൾക്ക് 4G കിട്ടുന്നുള്ളൂ കേട്ടോ. ചൈന മൊബൈൽ എന്ന് പറഞ്ഞ സാധനമാണ്. അതിൻ്റെ അതേ കിട്ടുന്നുള്ളൂ, വേറെ ഒന്നും കിട്ടുന്നില്ല. നോക്കിയേ, ഇവിടെ ബസ്സുകൾക്കൊക്കെ എത്ര സീറ്റാണ്? 20 എത്ര? 19 സീറ്റ്. ഡ്രൈവർ അനുസരിച്ച് 20 സീറ്റ്. 20 സീറ്റിന് ആകെ പെർമിറ്റ് കിട്ടുള്ളൂ. ഇതുണ്ടോ, ഒറിജിനൽ ബെൻസ് സ്പ്ലെൻഡറിന്റെ കോപ്പി എന്ന് പറയില്ല, കാപ്പി അല്ലേ? ഇങ്ങോട്ടൊന്നും കാലാവസ്ഥ മാറി, എല്ലാം മൊത്തത്തിൽ മാറി. ഈ ഒരു ഭാഗമുണ്ട്. ഈ ഒരു ഭാഗങ്ങളൊക്കെ മൗണ്ടൻസ് അതുപോലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇത് സാനിയയുടെ കാപ്പിയാണ്. കാപ്പി. പിന്നെ റെനോൾട്ടിന്റെ കാപ്പി ഉണ്ട്, സ്കാനിയയുടെ കാപ്പി ഉണ്ട്. ഇതിന്റെ പേര് സണ്ണി എന്നാണ് കേട്ടോ. സാനി. നമ്മുടെ നാട്ടിലൊക്കെ എക്സ്കവേറ്റർ ഉണ്ടാക്കുന്ന സാനി ഇല്ലേ? സാനിയുടെ വണ്ടി കേട്ടോ. ആ വണ്ടി യാ ഫോട്ടോ എടുക്കാൻ ഇവർക്ക് ഫോട്ടോ ഉണ്ടോ? നമ്മൾ അറിയത്ത് പോലെ. യെസ് എടാ, എങ്ങനെയെങ്കിൽ ഇവിടെ ഒരു സ്ഥലം മേടിച്ച് ജീവിച്ചാലോടാ. സത്യം. താങ്ക് യു സഞ്ജു ഇപ്പം IPL കളിക്കുമല്ലേ? IPL കളിക്കുവാണ് നല്ല നിലയിലേ. അതെ ഗൈസ് നോക്കൂ, ഇവിടെ കൊള്ളാം കേട്ടോ. ഇവിടെ 5 സെന്റ് സ്ഥലം മേടിച്ച് സുഖമായിട്ട് ജീവിക്കാം അല്ലേ? ഗൈസ് നോക്കൂ, ഫൈനലി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എന്തെങ്കിലും കീച്ചാൻ കിട്ടുമെന്ന് നോക്കട്ടെ. റെഡി? യാ ഗൈസ് നോക്കൂ, പുള്ളിയുടെ കിണുങ്ങാൻ പറ്റി പൊളിഞ്ഞു പോയായിരുന്നു. ഇപ്പൊ ശരിയാന്ന് തോന്നുന്നു. ഹോട്ടലിൽ കയറി എല്ലാരും ഒരു സ്ഥലത്തായിരിക്കുന്നത്. എന്നിട്ടോ അതെന്നാ അത് ചോദിക്കട്ടെ, വെച്ചിട്ടുള്ളതാണോ അല്ലാതാണോ? ഞാൻ ഒരു കേസ് പറയട്ടെ, ഒന്ന് മേടിക്കേ. ഞാൻ ചൈന കേട്ടോ, പൈസ വരെ ചൈന. ഇതൊക്കെ ഇവിടുത്തെ ബില്ലാട്ടോ. ഒരു സൂപ്പിന്റെ വില കണ്ടോ, 128, ഏതാണ്ട് 1400 രൂപയുടെ വില വന്നു. ഫുഡിനൊക്കെ നല്ല പൈസ ആയിട്ട്. എഗ് ഫ്രൈഡ് റൈസാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത്, അതിന് 35. നല്ല പൈസ കേട്ടോ എല്ലാത്തിനും. ഇവിടെയാണ് ടൂറിസ്റ്റുകളെല്ലാം കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തുന്നത്. ഞങ്ങളോട് ഇവിടെ നിർത്താൻ പറഞ്ഞു, ഞങ്ങളോട് നിർത്തി. ഇനി കഴിക്കട്ടെ. സാധനം കിട്ടി കേട്ടോ. കഴിക്കാൻ പറ്റൂല എന്നല്ല, അവർ വെജാ പറഞ്ഞത്, ഞങ്ങൾ ഇതാ പറഞ്ഞു കേട്ടോ. സായിപ്പിന്റെ വണ്ടിയിൽ ഒരു ലൈറ്റ് എത്തിയെന്ന് പറഞ്ഞ് കരച്ചിലും ബഹളവും ഒക്കെ കേട്ടോ. ലാസ്റ്റ് ഇവിടുന്ന് മെക്കാനിക്കിനെ വിളിച്ചോണ്ട് വന്ന് സെൻസറൊക്കെ വെച്ച് ചെക്ക് ചെയ്യും കേട്ടോ. അങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ വണ്ടിയിൽ മാലപ്പടക്കം. എത്ര ലൈറ്റ് കാണുന്നത്? ചൈനീസ് വർക്ക്ഷോപ്പ് ആട്ടോ. ഓ, വർക്ക്ഷോപ്പ് തൊട്ടടുത്ത് തന്നെയാണ് അവിടെ നിർത്തിയേ. എനിക്കൊന്ന് പുള്ളിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? നേരത്തെ വിളിച്ച് പറഞ്ഞു കാണും. ഇതും വർക്ക്ഷോപ്പ്. ഇത് വർക്ക്ഷോപ്പ് മേഖല കേട്ടോ. ഓ, ഇത് ഫുള്ള് വർക്ക്ഷോപ്പ്, പിന്നെ ഹെവി മെഷീനറി അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും അതുപോലെ സംഭവങ്ങളും മെയിൻ്റനൻസും സംഭവമൊക്കെ. ഇല്ല പിന്നെ പാടാ, നമ്മളെ ഈ വണ്ടിയിൽ ഒരു ലൈറ്റ് കത്തിയിട്ടുള്ളൂ. എൻ്റെ വണ്ടിയിൽ ഇത്ര ലൈറ്റ് ഒന്നുമില്ല, മാലപ്പടക്കോ. എന്നിട്ടാണ് പുള്ളി കരയുക കിടന്നത്. ഇഷ്ടം പോലെ ക്യാമ്പർ ആണല്ലോ ലിവിന്. ഇവിടെ ക്യാമ്പർ ആയിട്ടാണല്ലോ. മലേഷ്യ തായ്ലൻഡ് ഇവിടുത്തെ വണ്ടി കയറ്റൂലാത്ത. ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി ഒന്ന് കഴുകാൻ പോകണം. അടിക്കവനെ കുത്തപ്പനാക്കാൻ പോട്ടെ. പക്ഷെ സോപ്പും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായനെ അല്ലേ? പിന്നെ ഇത് നീ വിട്ടേ, എനിക്ക് ഇച്ചിരി നടത്താനും കുഴപ്പമില്ല. ഗ്ലാസ് വൃത്തിയാക്കണം. ഇവിടെ ഗ്ലാസ് വൃത്തിയാക്കി വീഡിയോ എടുക്കാൻ വേണ്ടി. ഇവിടുത്തെ വെള്ളത്തിന് എന്നോ തണുപ്പാന്ന് പറയാമോ, ഇതിന് രക്ഷയില്ല കേട്ടോ. എന്നോട് നേരത്തെ ഇവിടെ വന്നിട്ട് ചേച്ചി പറഞ്ഞാൽ നിങ്ങൾ വണ്ടി കഴിക്കോ, കുഴപ്പമൊന്നുമില്ല, ഉള്ളൊരു വെച്ചോളാൻ പറഞ്ഞായിരുന്നു. നമ്മൾ ഗ്ലാസ് പരമാവധി നമ്മുടെ ഫ്രണ്ട് സൈഡും പരമാവധി ഞങ്ങൾ ഇങ്ങനെ ആകട്ടെ. ഇവിടെ എത്ര കഴിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, കാര്യം നമ്മുടെ ബ്ലാക്ക് വണ്ടിയാണ്. അപ്പം വീണ്ടും ഇതിനകത്ത് പൊടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നോക്കൂ, ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിച്ച് നേരെ ഫ്രണ്ടിലേക്ക് പോകണം. ചൈനയുടെ ഏതോ ഒരു ടൗൺ ആട്ടോ. എല്ലായിടത്തും ചൈനീസ് ഫ്ലാഗ് ഉണ്ടോ. വേറെ രീതി ലൈറ്റ് സെറ്റപ്പ് രാത്രി മൊത്തം ലൈറ്റ് എത്തുവനെ അല്ലേ? ഗൈസ് നോക്കൂ, നമ്മളങ്ങനെ ഫൈനലി ഇനി 150 കിലോമീറ്റർ നമുക്ക് ഓടിക്കാനുണ്ട്. നമുക്ക് നേരെ അവരെ ഫോളോ ചെയ്യട്ടോ. ഞങ്ങൾ ഇച്ചിരി ബേക്കിലായി, കാരണം ആ ജർമ്മൻ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് അതിപ്പോൾ എടുത്തോണ്ട് പോയതുള്ളൂ കേട്ടോ. ഗൈസ് നോക്കൂ, അതായത് നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ കണ്ടോ ക്യാമറ ലിമിറ്റ് ഇതുണ്ടോ. ഈ കാണുന്ന ക്യാമറ സ്പീഡ് ക്യാമറ കേട്ടോ. 70-60 ഇവിടുത്തെ ഏറ്റവും വലിയ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചാണ് ഓടിക്കുന്നത്. എല്ലാ വണ്ടിയുടെയും ചറപറ ഫോട്ടോ എടുക്കും കേട്ടോ. എനിക്കൊന്ന് ഈ സെയിം ടെക്നോളജിയാണ് നേപ്പാളിൽ ഇരിക്കണം തോന്നുന്നത്. ഈ മേളിക്കുന്ന സാധനം കേട്ടോ. ഇപ്പൊ ആ വണ്ടി ഫോട്ടോ എടുക്കും. ഇപ്പൊ നമ്മുടെ 2-3 പിടിക്കും കേട്ടോ. ഇതുണ്ടോ, അടിച്ചില്ല, ഇപ്പം കിട്ടും. കിട്ടി. ക്യാമറ നോക്കടാ. സേഫ് അല്ല കേട്ടോ, വളരെ ശ്രദ്ധിക്കണം ഗൈസ്. ഈ ലോകരാജ്യങ്ങൾ എല്ലായിടത്തും ഈ സംഭവം ഉണ്ട്. ഓരോ ക്യാമറക്ക് 200, 1000 അങ്ങനെയൊക്കെ വെച്ചാണ് ഫൈൻ കേട്ടോ. ഇവിടെ ആൾക്കാരൊന്നും പറയുന്നത് കറക്റ്റ് സിഗ്നലാണ്. 200 മീറ്റർ 300 മീറ്റർ ഒന്നും മിണ്ടാൻ പറ്റൂല, കാരണം എല്ലാം കറക്റ്റ് വേ കേട്ടോ. അതുകൊണ്ട് ന്യായമൊന്നുമില്ല, കിട്ടിയാ മേടിച്ചോളൂ, തിരിച്ചിട്ടോളൂ. വണ്ടി വീണ്ടും നിർത്തിയോട്ടോ, എല്ലാവർക്കും മൂത്രം കഴിക്കാൻ വേണ്ടി. ലിബിൻ ഈ കാണുന്ന കഴുതാൻ ക്ഷണിച്ചു. വന്നോ? വന്നില്ല.
ഞാനും അവന് ഒരേ വർഗത്തിലുള്ള അപ്പം കുഴപ്പമില്ല. ആരാണ് കഴുത? ആരാണ് കഴുത? അത് ചൈനീസ് കരുതാ. ഇവിടെ ആപ്പിൾ കിട്ടും. ഞങ്ങൾ ആപ്പിൾ മേടിക്കും. ഇവിടെയൊക്കെ മൊണാസ്ട്രി പോലത്തെ എന്തൊക്കെയോ സെറ്റപ്പും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പൊട്ടം കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഗൈഡ് ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. ഒരു കിലോ ആപ്പിളിന് 20 രൂപ. 20 എന്ന് പറയുമ്പോൾ എത്രയായി? 200 രൂപ ഒരു കിലോ ആപ്പിളിന്. 200 നാട്ടിലത്തെ 100 രൂപ എന്ന് വെച്ചാൽ 10 രൂപ. ഫൈനലി ഞങ്ങൾ ആപ്പിൾ മേടിച്ചു. വേറെ വഴിയൊന്നുമില്ല. ഒരു ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ചക്കയുടെ അത്ര ഉണ്ട് കേട്ടോ. ഒരു കിലോ ആപ്പിൾ എന്ന് പറഞ്ഞാൽ 4 ആപ്പിൾ പോകും. അതായത് വേറെ മാർഗമൊന്നുമില്ല കേട്ടോ. വേറെ പ്രശ്നമൊന്നും എന്നെ കൊണ്ട് പറ്റൂല. നിന്നെ കൊണ്ടോ? എന്നെ കൊണ്ട് ഒട്ടും പറ്റൂല. നമുക്ക് ഇന്ന് നേരത്തെ പോയാൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പരിപാടിയൊക്കെ ചെയ്യാൻ പോലും നേരത്തെ പോവാ. നേരെ ഈ കാണുന്ന 2 പേര് റോഡിലേക്കാണ് വരുന്നത്. അപ്പൊ നല്ല റോഡൊന്നും അല്ല കേട്ടോ. അവിടെ നിന്ന് വല്ലതും വരുന്നുണ്ടോ? ഇല്ല പോ അവിടുന്നോ പോ. ഫൈനലി ബ്ലോക്ക്. ഇതെന്നാ വണ്ടി വല്ല തട്ടി ഇതല്ലായിരിക്കും. ഫുള്ള് പിടിച്ചിട്ടു. ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ലൈനായിട്ട് അങ്ങ് വരെ വണ്ടി കിടക്കുന്നത്. അതെ 2 ചൈനയിലെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് ഓണം സംസാരിക്കാൻ അറിയത്തില്ല. പുതിയ ചൈനയിലെ സെലിബ്രിറ്റി ആണ് ലിബിൻ. മൈ ഫോട്ടോ എന്നെ കൂടെ എടുക്കും. ഇരുന്നിട്ടേ കാര്യമുള്ളൂ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്റെ പെമ്പിള്ളാരില്ല അടുത്തോട്ട് ഇന്ന് നിങ്ങൾ കഴിക്കാൻ വേണ്ടി പോയില്ലേ? അപ്പൊ 3 പേരോട്ട് തന്നെ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വന്നു. ഞാൻ ആംഗ്യ വാങ്ങ എല്ലാം പറഞ്ഞു ഇച്ച കഴിയുമ്പം കൈവിട്ട് പോകുന്ന അറിഞ്ഞോളെ ഓടി കയറി ഹോട്ടലിൽ കയറി. പെമ്പിള്ളാര് ഭയങ്കരമായിട്ടോ വണ്ടി കാണുമ്പോൾ ഇങ്ങോട്ട് പരിചയപ്പെടാൻ വരിക, ഇങ്ങോട്ട് തോളാക്കാൻ വരും കേട്ടോ. ഭയങ്കര ശ്രദ്ധിക്കണം. നമ്മള് നമ്മുടെ ഇത് നോക്കിയാൽ നമുക്ക് നോമ്പിക്കൊണ്ടിരിക്കും. ഞാൻ ഓടിക്കറി ഹോട്ടലിൽ കയറി ടാറ്റ പറഞ്ഞു ഞാനിങ്ങ് പോകുന്നു. അവരൊന്നും പറഞ്ഞു രണ്ടാമത്തേന് നമ്മളെ തൊഴിൽ കൈയിടാനാ വരും. തോണ്ടിന്നോ മാന്തിന്നോ പറഞ്ഞാൽ തീർന്നില്ല. സംസാരിക്കാറില്ലാത്ത പുള്ളി പറഞ്ഞു ഈ സാധനം അവിടുന്ന് വരുന്നോണ്ടാണ് ബ്ലോക്ക്. പവർ വിൻഡ് മെഷീനാട്ടോ. ഹിയർ നമ്മുടെ നാട്ടിൽ തന്നെ കാറ്റാടി എല്ലാ സ്ഥലത്തോട്ടും കൊണ്ടുവന്ന പുള്ളിക്കാരൻ ഡോറൊക്കെ തുറന്ന് ഫുള്ള് ചൈനീസ് ലാംഗ്വേജ് കേട്ടോ ഇതിനകത്ത്. ആണോ? ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ഫുള്ള് ഇത് എങ്ങനെ മനസ്സിലാക്കട്ടോ ഇതിനകത്ത്? ആകെ HDR മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഫോട്ടോ എടുത്തോട്ടെ, ഞാൻ പറയിപ്പിച്ചെടുത്തത്. അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. ഫോട്ടോ എടുപ്പോട്ടോ. ഞങ്ങൾ കൊടുത്തിട്ട് ഞങ്ങളെന്തോ വലിയ ആൾക്കാരെന്ന് ഇവർ വിചാരിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ വീഡിയോകളുണ്ട്. നല്ല കാറ്റാട്ടോ. ഐ ആം വെരി സോറി. നല്ല കാറ്റാണ്. നല്ല രീതിയിലുള്ള ബ്ലോക്ക് ആട്ടോ. അങ്ങ് ദൂരെ ഇതുണ്ട്. ഇവിടെ ഒരു വിൻഡ് മെഷീൻ വരുന്നുണ്ടോ? വിൻഡും കൊണ്ട് ഒരു ലോറി. അതിന് ഇറങ്ങി വന്നാൽ മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. No, it's Michael. No, here. No. ഇവിടെയൊക്കെ തീവ്ര ഗ്രാമങ്ങളാട്ടോ. എന്നോ ഗംഭീര ഗ്രാമങ്ങളെന്നറിയോ. ഇവിടെ യാക്കല്ല കേട്ടോ. യാക്കിന്റെ വേറെന്തിന്റെ മിശ്രിതമായ മറ്റൊരു സാധനമാണ് ഇവിടെ. അല്ലേ ലിബിയ? ഇവിടെ യാക്കും പശുവും കൂടെ ഈ തണുപ്പ് കാലത്ത് ഒന്നിച്ച് കടന്നു. അങ്ങനെ അപ്പൊ 2 മിസ്സായി. ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റൂല. ഐസ് നോക്കൂ, എല്ലാരും ഇറങ്ങിട്ടോ. ഞങ്ങളും ഇറങ്ങി. ഐസ് നോക്കൂ, അതായത് ഈ കാണുന്ന വിൻഡിന്റെ പ്രൊപ്പലറാട്ടോ. ഈ കാണുന്ന പോപ്പുലർ 6 വണ്ടി ഉണ്ട് കേട്ടോ. 6 എണ്ണം അങ്ങ് ദൂരൊക്കെ ഇതുണ്ട്. ഇവിടെയൊക്കെ കിടക്കുന്ന 6 എണ്ണം ഉണ്ട്. 1 2 എണ്ണം ഒന്നും അല്ല കേട്ടോ. ഇനി വേറെ വല്ലതും ഉണ്ടോ എന്ന് നോക്കേണ്ട ഒരു വഴിയില്ല. അങ്ങോട്ടൊന്നും ദൃശ്യം അത്ര വ്യക്തതയില്ല. എന്റെ പൊന്നെ, എല്ലാ വണ്ടികൾക്കും ഓരോ പോലീസുകാർ വെച്ച് കാവല്. എല്ലാ വണ്ടിക്കും ഓരോ പോലീസുകാർ വെച്ച് കാവലാട്ടോ. ആ മോനെ, ഇത് എന്നാ വലുപ്പ. ഇത് പജിറയുടെ വേറെ ഏതാ മോള് നോക്കിയേ. 1 2 എണ്ണൊന്നും അല്ല കേട്ടോ. ഇഷ്ടം വയസ്സായ ആൾക്കാരാട്ടോ വണ്ടി ഓടിക്കുന്നത്. അത് അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇങ്ങനത്തെ വണ്ടി ഓടിപ്പിക്കുള്ളൂ തന്നെ. എന്റെ അമ്മ, നീള വിൻഡ് മെഷീൻ ആട്ടോ. ഇത് മണിക്കൂറുകളായി ഞങ്ങൾ കിടക്കാന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോ നമ്മൾ വിചാരിച്ച പോലെ എത്തുന്നല്ല. ഇത് അവിടുന്ന് ഇങ്ങോട്ട് കിടക്കുന്ന വണ്ടി കണ്ടില്ലേ? ഇനി അങ്ങനെ ഒന്നും കയറി പോരാൻ പറ്റൂല. ഇനി ഇടയ്ക്ക് വല്ല കുത്തി കയറിട്ടുണ്ടെങ്കിൽ വഴിക്കും അപ്പുറം ഉണ്ടാവും അല്ലേ? പിന്നെ ഐസ് ഗൈഡിന്റെ ഇന്നത്തെ പ്ലാൻ എല്ലാം പാളിട്ടോ. അന്നപ്പോഴേ എനിക്ക് തോന്നിയത് അവിടുന്ന് പറഞ്ഞപ്പോഴേ. എന്റെ അമ്മ, ഇത് എന്തോരം ട്രക്കുകളാട്ടോ ഏറ്റവും കൂടുതൽ. അതേ പോന്നു. കൊള്ളാലോട്ടോ വണ്ടി. അടിപൊളിയാണല്ലോ. എന്റെ ബാക്കിൽ സൈക്കിളോ സ്കൂട്ടർ എല്ലാത്തിനകത്തും 318 എന്ന് വെച്ചാല് നമ്മളെ നേരത്തെ പോയ സംഭവത്തിന്റെ സ്റ്റിക്കർ ഉണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രല്ല കുത്തിക്കേറ്റുള്ള, ഇവിടെയും കുത്തിക്കേറ്റിലുണ്ട്. ഏതൊക്കെ ടൈപ്പ് വണ്ടികളാണ്? അതെ അതെ, ഏതൊക്കെ സാധനങ്ങളാ. പാവങ്ങൾ കേട്ടോ. അവിടെ വെച്ചോട്ടെ എല്ലാരും. ഞങ്ങളൊരു സഹകരണത്തിന് പോയതാ. തൂമ്പ് എടുത്തെടുത്ത് അതുകൊണ്ട് കയറി പോട്ടെ.
ഇവിടുത്തെ ട്രക്കുകളിലുണ്ടല്ലോ ഭാര്യയും ഭർത്താവും ഉണ്ടാവും കേട്ടോ. രണ്ടുപേരും ഉണ്ടാവും. ഏതൊക്കെയാണോ കമ്പനി? അടിപൊളിയാണല്ലോ അല്ലേ? ഏതൊക്കെ വണ്ടി ഏത് ഏത് സൈസ് എത്ര ടയർ ഉണ്ടെന്ന് കൂട്ടിയാ മതി കേട്ടോ. ആ സത്യം കേട്ടോ. ഇത് എന്നതാ ഇവിടെ? ഏതാ ഇത്? അടുത്തതാ? ചില സ്ഥലങ്ങളൊക്കെ നമ്മുടെ നാട് പോലെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി വേറെ പണിയുന്നു. നോക്കി, ഇടിഞ്ഞു പൊളിഞ്ഞു പോയതാണോ പാലം പണിയുന്നതാണോ? എനിക്ക് തോന്നുന്നു ഇടിഞ്ഞു പൊളിഞ്ഞു പോയതാണോ. ടിബറ്റിലേക്ക് വികസനം ഇങ്ങനെ കേറി വരുവാന്ന് എനിക്ക് തോന്നുന്നു. നിനക്ക് എന്നാ തോന്നുന്നത്? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നേ. ഇപ്പൊ ഭയങ്കരമായിട്ട് വിശ്വസിച്ചല്ലോ അത്. ഗൈസ് നോക്ക്, ഭയങ്കര ടിബറ്റിലേക്ക് കേറി വരാൻ തോന്നുന്നുണ്ടോ? നമുക്ക് അങ്ങോട്ട് ചെന്നാൽ ഇതിന്റെ മിച്ചിലിന്റെ ഒരു സാധനം ഇരിക്കുന്നു. മിച്ചിലിൻ നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്ന സെയിം സാധനം. ഏതൊക്കെ ടൈപ്പ് ട്രക്ക്, ഏതൊക്കെ ടൈപ്പ് വണ്ടിയാണ് ജീവിതത്തിൽ കാണാത്തൊക്കെ സാധനങ്ങളൊക്കെ. ഫേമസ്. എല്ലാരും അവിടെ ക്യാമറ ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും പെതിയെ പോവാട്ടോ. സൈൻ ബോർഡ് ഉള്ള കാരണമാ വണ്ടികളൊക്കെ 100 വന്നു കേട്ടോ. എല്ലാരും 40. ഇപ്പൊ എല്ലാവരും 40 വന്നുണ്ടോ? 50 ഫൈനാട്ടോ ചൈനയില്. ഗൈസ്, ഈ കാണുന്ന ടൗണിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വണ്ടി നിർത്താൻ പറഞ്ഞു. ഞങ്ങൾ വണ്ടി നിർത്തി. ഇവിടെ മൂത്രപ്പരയും അതുപോലത്തെ സംവിധാനങ്ങളൊക്കെ ആയിട്ട് അതവിടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സിമെന്റ് ഫാക്ടറി സംഭവമൊക്കെ ഉണ്ട്. ഇവരുടെ മൂത്രപ്പുര അത്ര നീറ്റ് ആൻഡ് ക്ലീൻ അല്ല കേട്ടോ. ഞങ്ങൾ പോകുന്ന റൂട്ടുണ്ട് ഏകദേശം തമിഴ്നാട് പോലെ ഉണ്ട്. സത്യം. ചൈനീസ് ലെറ്ററും കൂടി ഇല്ലെങ്കിൽ കറക്റ്റ് തമിഴ്നാട് കേട്ടോ. ഒന്നുമില്ല, എല്ലാം ഉണങ്ങിയ മരങ്ങളും ഉണങ്ങിയ ചെടികളും തരിശ് സ്ഥലങ്ങളാട്ടോ. ഭയങ്കര കാറ്റാ പോലത്തെ. 60 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മഹാഭാവി ഞങ്ങളെ കയറ്റിയിരുന്നത്. ഇപ്പൊ ഏതാണ്ട് 60 കഴിഞ്ഞ് 100 കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നല്ലടാ. അതെ, എനിക്ക് തോന്നുന്നു അപ്പുറത്തെ ടൗണാന്ന് എനിക്ക് തോന്നുന്നത്. ഏതാടാ ആ കാണുന്ന ടൗണില്ലേ, അങ്ങോട്ടാ പോണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നേ ഇതെന്തോ വലിയ ഹോസ്പിറ്റല്, അല്ലെങ്കിൽ ഇതെന്തോ വലിയ പോലീസ് സ്റ്റേഷൻ. നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, വണ്ടി പെർമിറ്റ് ഇതൊക്കെ എടുക്കാൻ വേണ്ടി ചൈനയുടെ ഏറ്റവും വലിയ സംഭവത്തിലേക്ക് പോവുകയാണ്. പോലീസ് സ്റ്റേഷൻ ആ ഭാഗങ്ങാനായിരിക്കും, അല്ല ഇങ്ങനെ കെട്ടിപ്പറിക്കുണ്ടോ? പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ആർടി ഓഫീസ്. നേരായ വഴിയില്ലേ? എനിക്കറിയില്ല ഇതിനെ. നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന് പേപ്പർ കിട്ടി കഴിഞ്ഞാൽ നാളെ ഡിലേ ഇല്ല കേട്ടോ. ഡോക്ടർമാര് മാത്രമാണ് പോകേണ്ടത്. പാസ്പോർട്ടും കാര്യങ്ങളും എടുത്ത് എല്ലാം പറഞ്ഞു. അവിടെ ചേട്ടാ എന്നാ നടക്കുന്നത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ കറക്റ്റ് പറയട്ടെ. വണ്ടി ഓപ്പൺ ആക്കി ഇട്ടാക്കട്ടെ? ഓഫ് ആക്കിയാലേ ആണോ? അത്ര സ്റ്റാർട്ട് ആക്കി ഉണ്ടല്ലോ. ഞങ്ങളുടെ വണ്ടി തിരിച്ചെത്തി, രാത്രിയായി. പുള്ളി ഇപ്പൊ ഇന്ന് ഡ്രൈവിംഗ് ലൈസൻസും കാര്യങ്ങളൊക്കെ ശരിയാക്കി തന്നു. നാളെ ടുമോറോ നമ്പർ പ്ലേറ്റ്. Yes. Yeah. For Then the car. yeah. Then after that, Yeah. afternoon we are going to the visit Tashilombo Monastery. Then tomorrow here and day after tomorrow go to Lhasa. Lhasa is give in DJ Mike. Yes. Guys, അവിടെ നിന്നെല്ലാം കിട്ടും. Here. Here no, No. sure. No. Then all in one day. Okay. You accident. I am waiting. Yeah, wait. Guys, ലിവിന് ഇവിടെ പടമായിട്ടോ. അതാ ഒരു പടം കിടക്കുന്നു. പടം ഞാനല്ല നാൻ്റെ മൊത്തത്തിൽ തീർന്നു അല്ലേ? ഗൈസ് നോക്കൂ, നാളെ നമുക്ക് കുറച്ച് പരിപാടി നമ്പർ പ്ലേറ്റ് അതുപോലെ കാര്യങ്ങളൊക്കെ കിട്ടാണ്ട്. എന്തായാലും ഇന്ന് എഡിറ്റിങ്ങും പരിപാടിയൊക്കെയാണ്. ഗൈസ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതായത് നമ്മൾ ഒരാൾ മിസ്റ്റേക്ക് ചെയ്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഗൈഡിന് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര ഇതായിട്ട് നിൽക്കണം. അപ്പം പുള്ളി അതൊക്കെ ഇന്ന് പറയുമായിരുന്നു.